ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാചലാകിയ ചക്ഷുരുന്മിലിതം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമാം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ പൂതലെ ശ്രീമതേ ജഗദായ സ്വാമി നമാചാര്യപാദായ ഗോപദായ നിഗുരഗദാധാമദായ നിഗുരഗദാധാര്യ. നമാം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ പൂതലെ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിനി നാമിനി. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. നമ്മൾ 14ാമത്തെ ചാപ്റ്ററിന് നമുക്കൊരു ബ്രേക്ക് വന്നിരുന്നു ഇടയ്ക്ക്. അപ്പോൾ നമ്മൾ അങ്ങനെ ഇപ്പോൾ വീണ്ടും തുടരുകയാണ്. ഇന്ന് 14ാം ഭഗവത്ഗീത യഥാരൂപം, അധ്യായം 14, ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ. ശ്ലോകം 22, 23, 24, 25 ഇന്നൊരു സെറ്റാണ്. നമുക്ക് വായിക്കാം. അപ്പോൾ ശ്ലോകം ഞാൻ ആദ്യം 3 പ്രാവശ്യം ചൊല്ലാം, പിന്നെ ആരെങ്കിലും ഓരോ ശ്ലോകം മാറി മാറി ചൊല്ലാം. ഹരേ കൃഷ്ണ. ശ്ലോകം 22. ശ്രീ ഭഗവാനുവാച പ്രകാശം ച പ്രവൃത്തിം ച മോഹമേവാച പാണ്ഡവ ന ദേഷ്ടി സംപ്രവൃത്താനി ന നിവൃത്താനി കാംക്ഷതി. ശ്രീ ഭഗവാനുവാച പ്രകാശം ച പ്രവൃത്തിം ച മോഹമേവാച പാണ്ഡവ ന ദ്വേഷ്ടി സംപ്രവൃത്താനി ന നിവൃത്താനി കാംക്ഷതി. ശ്രീ ഭഗവാനുവാച പ്രകാശം ച പ്രവൃത്തിം ച മോഹമേവാജ്ഞ ച പാണ്ഡവ ന ദ്വേഷ്ടി സംപ്രവൃത്താനി ന നിവൃത്താനി കാംക്ഷതി. ശ്ലോകം 23. ഉദാസീനവദാസീനോ ഗുണൈര്യോ ന വിചാല്യത്തെ ഗുണാ വർത്തന്ത ഇത്യേവം യോവതിഷ്ഠതി നേംഗതേ. ഉദാസീനവദാസീനോ ഗുണൈര്യോ ന വിചാല്യത്തെ ഗുണാ വർത്തന്ത ഇത്യേവം യോവതിഷ്ഠതി നേംഗതേ. ഉദാസീനവദാസീനോ ഗുണൈര്യോ ന വിചാല്യത്തെ ഗുണാ വർത്തന്ത ഇത്യേവം യോവതിഷ്ഠതി നേംഗതേ. ശ്ലോകം 24. സമദുഃഖ സുഖ സ്വസ്ഥ സമലോഷ്ടാശ്മ കാഞ്ചന തുല്യപ്രിയ പ്രിയോ ധീര തുല്യനിന്ദാത്മ സംസ്തുതി. സമദുഃഖ സുഖ സ്വസ്ഥ സമലോഷ്ടാശ്മ കാഞ്ചന
തുല്യ പ്രിയ പ്രിയോ ധീര തുല്യ നിന്ദാത്മ സംസ്തുതി സമ ദുഃഖ സുഖ സ്വസ്ഥ സമലോഷ്ടാശ്മ കാഞ്ചന തുല്യ പ്രിയ പ്രിയോ ധീര തുല്യ നിന്ദാത്മ സംസ്തുതി. ശ്ലോകം 25. മാനാപമാനയോസ്തുല്യ തുല്യോ മിത്രാരി പക്ഷയോ സർവാരംഭ പരിത്യാഗി ഗുണാതീത സ ഉച്യത്തെ. മാനാപമാനയോസ്തുല്യ തുല്യോ മിത്രാരി പക്ഷയോ സർവാരംഭ പരിത്യാഗി ഗുണാതീത സ ഉച്യത്തെ. മാനാപമാനയോസ്തുല്യ തുല്യോ മിത്രാരി പക്ഷയോ സർവാരംഭ പരിത്യാഗി ഗുണാതീത സ ഉച്യത്തെ. ഹരേ കൃഷ്ണ. ഓരോ ശ്ലോകമായിട്ട് വായിച്ചു. ശ്രീ ഭഗവാൻ ഉവാച പ്രകാശം ച പ്രവൃത്തിം ച മോഹമേവ ച പാണ്ഡവാം ന ദ്വേഷ്ടി സംപ്രവൃത്താനി ന നിവൃത്താനി കാംക്ഷതി. ഉദാസീനവദാസീനോ ഗുണയോ ന വിചാല്യത്തെ ഗുണാവർത്തന്ത ഇത്യേവം യോ വസിഷ്ഠതി നേംഗതേ. സമദുഃഖ സുഖ സ്വസ്ഥ സമലോഷ്ടാശ്മ കാഞ്ചന തുല്യ പ്രിയ പ്രിയോ ധീര തുല്യ നിന്ദാത്മ സംസ്തുതി. മാനാപമാനയോസ്തുല്യ തുല്യോ മിത്രാരി പക്ഷയോ സർവാരംഭ പരിത്യാഗി ഗുണാതീത സ ഉച്യത്തെ. ഹരേ കൃഷ്ണ. വേർഡ് മീനിങ്. ശ്രീ ഭഗവാൻ ഉവാച, ശ്രീ ഭഗവാൻ പറഞ്ഞു, പാണ്ഡവ, ഹേ പാണ്ഡവ, യാതൊരുവൻ പ്രകാശം ച പ്രകാശത്തെയും പ്രവൃത്തിം ച പ്രവൃത്തിയെയും മോഹം ഏവച മോഹത്തെയും സംപ്രവൃത്താനി നിലവിലിരിക്കുമ്പോൾ ന ദ്വേഷ്ടി ദ്വേഷിക്കുന്നില്ല, നിവൃത്താനി ഇല്ലാതിരിക്കുമ്പോൾ ന കാംക്ഷതി കാംക്ഷിക്കുന്നില്ല, ഉദാസീനവത് ഉദാസീനൻ എന്ന പോലെ ആസീന സ്ഥിതി ചെയ്തുകൊണ്ട് ഗുണങ്ങളാൽ ന വിചാല്യതേ ചലിക്കപ്പെടുന്നില്ല, ഗുണങ്ങൾ തന്നെ വർത്തന്തെ വർത്തിക്കുന്നു, കർമ്മങ്ങളിൽ പ്രവർത്തിക്കുന്നു, ഇതി എന്നു മനസ്സിലാക്കി യാതൊരുവൻ അവതിഷ്ഠതി സ്ഥിതി ചെയ്യുന്നു, ന ഇംഗത്തെ ചലിക്കുന്നില്ല, യാതൊരുവൻ സമദുഃഖ സുഖ സുഖത്തിലും ദുഃഖത്തിലും സുഖത്തിലും സമനായി സ്വസ്ഥനായി, സമലോഷ്ടാശ്മ കാഞ്ചന ലോഷ്ടം മണ്ണ് കല്ല് പൊന്ന് ഇവയെ ഒരുപോലെ കരുതിയവനായി, തുല്യ പ്രിയ പ്രിയത്തിലും അപ്രിയത്തിലും തുല്യനായി, ധീര അചഞ്ചലനായി, തുല്യ നിന്ദാത്മ സംസ്തുതി നിന്ദയിലും സ്തുതിയിലും ഒരുപോലെ സ്ഥിതി ചെയ്യുന്നവനായി, മാനാപമാനങ്ങളിൽ തുല്യനായി സമഭാവനയോടെ, മിത്രാരി പക്ഷയോ ബന്ധുപക്ഷത്തിലും ശത്രുപക്ഷത്തിലും തുല്യഭാവനായി സർവാരംഗ പരിത്യാജി ഉദ്യമങ്ങളെല്ലാം ത്യജിച്ചവനായിരിക്കുന്ന അവൻ ഗുണാതീതനെന്ന് ഉച്ചതേ പറയപ്പെടുന്നു. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ്. ജയ ശ്രീല പ്രഭുപാദ്. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഹേ പാണ്ഡുപുത്ര, പ്രകാശത്തിന്റെയോ ആസക്തിയുടെയോ വ്യാമോഹത്തിന്റെയോ സാന്നിധ്യത്തിൽ
ആർക്ക് വെറുപ്പ് ഉണ്ടാകുന്നില്ലയോ, അവയുടെ അസാന്നിധ്യത്തിൽ അത് വേണമെന്ന ആഗ്രഹം ഉണ്ടാകുന്നില്ലയോ, പ്രകൃതി ഗുണങ്ങൾ ഉളവാക്കുന്ന പ്രതികരണങ്ങളിൽ ആര് പ്രക്ഷുബ്ധനാകാതെ ഇരിക്കുന്നുവോ, പ്രകൃതി ഗുണങ്ങളാണ് പ്രവർത്തന നിരതങ്ങളായിരിക്കുന്നതെന്ന് മനസ്സിലാക്കി ഉദാസീനനും അവയ്ക്കതീതനും ആയിരിക്കുന്നുവോ, ആത്മനിഷ്ഠനായി സുഖദുഃഖങ്ങളെ തുല്യനിലയിൽ കാണുന്നുവോ, ആരുടെ ദൃഷ്ടിയിൽ മൺകട്ടയും കല്ലും പൊന്നും വ്യത്യസ്തമല്ലയോ, ആർക്ക് പ്രിയമായോ അപ്രിയമായോ യാതൊന്നുമില്ലയോ, ധീരനും നിന്ദകളിലും സ്തുതികളിലും മാനത്തിലും അപമാനത്തിലും സമചിത്തനും ശത്രുഭേദമില്ലാത്തവനും നിരുദ്യമനുമായ ആ വ്യക്തിയെ ഗുണാതീതനെന്ന് പറയാം. ഹരേ കൃഷ്ണ. ഇപ്പോ നമ്മള് കണ്ടു ഭഗവത്ഗീത അധ്യായം 14 ആ ഒരു പ്രാധാന്യം നമ്മൾ ഒരുപാട് മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു. ഭഗവാൻ തന്നെ നമ്മൾ കണ്ടു ഈ ഭഗവത്ഗീത അധ്യായം 14 തുടക്കത്തിലെ 1-2 ശ്ലോകങ്ങളിൽ തന്നെ ഭഗവാൻ എന്താണ് ചെയ്തത്? ഭഗവാൻ ഈ അധ്യായത്തിനെ ഗ്ലോറിഫൈ ചെയ്താണ് പറഞ്ഞത്, അല്ലെ? ഋഷിവര്യന്മാർ ഏത് ജ്ഞാനം നേടിയത് കൊണ്ടാണോ പൂർണ്ണത നേടിയിട്ടുള്ളത്, ആ ജ്ഞാനമാണ് ഞാൻ നിനക്ക് ഉപദേശിക്കുന്നത് അർജുന. അതുകൊണ്ട് നിനക്ക് എന്താ, ജനന മരണങ്ങളെ കുറിച്ച്, അല്ലെ, സൃഷ്ടികാലത്ത് നിനക്ക് ജനനമില്ല, പ്രളയകാലത്ത് നിനക്ക് അതിനെക്കുറിച്ചുള്ള യാതൊരു വേവലാതിയും വേണ്ട എന്നുള്ള കാര്യമാണ് 1-2 ശ്ലോകങ്ങളിൽ നമ്മൾ കണ്ടത്. 3-ാമത്തെ ശ്ലോകം വന്നപ്പോഴേക്കും ഭഗവാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ത്രിഗുണങ്ങളെ നമ്മൾക്ക് പരിചയപ്പെടുത്തി തരുവാനായിട്ട് സൃഷ്ടിയെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ നമ്മൾ പ്രധാന, അല്ലെ, മഹത്വത്വം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് ഒരു പ്രളയം നടന്നതിന് ശേഷം എല്ലാം ഇല്ലാണ്ടാവുന്നു. അപ്പൊ അപ്രകടമായ ഒരു പ്രകൃതി അവിടെ രൂപപ്പെടുന്നു, പ്രധാന എന്ന് പറയുന്നത്. അതിനകത്ത് ജീവൻ ഇല്ലാത്തൊരു പ്രകൃതി. അപ്പൊ നമ്മൾക്കറിയാം ജീവന്റെ 24 ഗുണങ്ങളെ പറ്റിയൊക്കെ നമ്മളന്ന് പറഞ്ഞു, അല്ലെ? 24 ഗുണങ്ങളല്ല, 24 എലമെന്റ്സ്, 24 മൂലകങ്ങൾ കൊണ്ടാണ് ജീവൻ ഉണ്ടാകുന്നത്. അപ്പൊ 24 മൂലകങ്ങൾ നമ്മളന്ന് പറഞ്ഞു. പഞ്ചമഹാ തത്വങ്ങൾ, അതായത് ഭൂമി, ജല, അഗ്നി, വായു, ആകാശം 5 എണ്ണം, അല്ലെ? പിന്നെ കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്, അങ്ങനെ 5 എണ്ണം. പിന്നെ ആ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അതിന്റെ ആ ഘടകങ്ങൾ, അതായത് ആ അതായത് ശബ്ദം, ഗന്ധം, രുചി, സ്പർശം, അങ്ങനെ ആ 5 എണ്ണം വരുന്നു. കാഴ്ച അല്ലെങ്കിൽ രൂപം, അപ്പൊ 15. പിന്നെ 5 എണ്ണം നമ്മൾ പറഞ്ഞു പ്രവർത്തനേന്ദ്രിയങ്ങൾ, അല്ലെ? കയ്യ്, കാല്, വായ്, റെക്റ്റം, ജനനേന്ദ്രിയങ്ങൾ, അതെല്ലാം അങ്ങനെ 5 എണ്ണം, അങ്ങനെ 20 എണ്ണമായി. പിന്നെ മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം 23. 54-ാമത്തെയാണ് പ്രകൃതിയുടെ ആ അപ്രകടമായ പ്രകൃതി, അതാവ് പ്രധാന എന്ന് പറയുന്നത്. അപ്പൊ ഈ 24 മൂലകങ്ങൾ എടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു ജീവാത്മാവിനെ ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഒരു ജീവാത്മാവിനെ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അത് ഒരു രൂപമായി മാറുന്നു, അല്ലെങ്കിൽ ഒരു ജീവജാലം, ഒരു ജീവസത്യമായിട്ട് മാറുന്നു. കൂടെ പരമാത്മാവ് ഉണ്ടാവും. ഇതാണ് നമ്മൾ 3-4 ശ്ലോകങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ 4-ാമത്തെ ശ്ലോകമായപ്പോഴേയും ഭഗവാൻ പറഞ്ഞു എന്താണ്? ബീജം, എല്ലാവർക്കും ബീജം പ്രദാനം ചെയ്യുന്ന, അല്ലെ, ആ സീഡ് ഗിവിങ് ഫാദർ ആണ് ഞാൻ എന്നുള്ള കാര്യം ഭഗവാൻ അതിനകത്താണ് വെളിവാക്കുന്നത് 4-ാമത്തെ ശ്ലോകത്തിൽ. പിന്നെ 5-ാമത്തെ ശ്ലോകമായപ്പോഴേക്കും ഭഗവാൻ പ്രകൃതിയുടെ 3 ത്രിഗുണങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തി. പിന്നെ 6 മുതൽ നമ്മൾ കണ്ടത് എന്താ വെച്ചാൽ ഒരു 9, 18 ശ്ലോകം, 19 ശ്ലോകം വരെ നമ്മൾ ഈ ത്രിഗുണങ്ങൾ എങ്ങനെയാണ്, അതായത് സത്വ, രജോ, തമോ ഗുണങ്ങളുടെ ഓരോ സ്വഭാവം, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ അതിൽ ബന്ധിതനാകുന്നു, അതിന്റെ സ്വഭാവങ്ങൾ, അതിന്റെ ലക്ഷണങ്ങൾ, പിന്നെ നമ്മൾ മരണശേഷം എങ്ങോട്ട് പോകും ഈ ഓരോ ഗുണക്കാര്, പിന്നെ അതിനുശേഷം അവരുടെ അല്ലെങ്കിൽ കർമ്മഫലം എന്താണെന്നുള്ള കാര്യങ്ങൾ കണ്ടു. അപ്പോ നമ്മൾ ഇപ്പോ ഇരിക്കുന്ന ഈ ഒരു ശ്ലോകം 22 മുതൽ 23 വരെ എന്നുള്ള ശ്ലോകത്ത് ഭഗവാന്റെ മറുപടിയാണ് ഇതുവരെയുള്ള അറിഞ്ഞത്. അപ്പൊ എവിടെയാണ് നമ്മൾ ഭഗവാൻ പറഞ്ഞ് ആദ്യം നിർത്തിയതെന്ന് വെച്ചാൽ സത്വഗുണത്തിൽ നമ്മൾ കണ്ടു, അല്ലെ? ഒരാൾക്ക് സന്തോഷം, സന്തുഷ്ടി, ജ്ഞാനം, പ്രതാപം ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അതിൽ കൊണ്ട് അയാൾക്ക് മോഹിതനാവും. അപ്പൊ അയാൾ ബദ്ധനായി മാറുന്നു, അല്ലെ? കണ്ടീഷൻ ടു സോൾ ആവും ഡ്യൂ ടു ദ ഹാപ്പിനെസ്, അല്ലെ? ആ ഒരു സംതൃപ്തി ഉണ്ട്, ആ സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ ആ ജ്ഞാനം, അല്ലെങ്കിൽ അയാളുടെ ആ പ്രതാപം കൊണ്ട് അയാൾ സത്വഗുണത്തിൽ ബന്ധിതനായി മാറും. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഭഗവാനെ മറന്നു പോകും. അപ്പോൾ അയാൾ വീണ്ടും ആ വ്യക്തി എങ്ങനെ പുനർജന്മം, അല്ലെ, ബഹുനാം ജന്മനം, എന്നാണോ ഇനി ഭഗവാനെ കുറിച്ചൊരു അറിവ് കിട്ടുന്നത് അതുവരെ ജന്മം തുടർന്നുകൊണ്ടിരിക്കും. അതേസമയം രജോ ഗുണത്തിലാണെങ്കിലും രജോ ഗുണത്തിൽ അയാള് ഭയങ്കര കർമ്മനിരതനാണ്, അല്ലെ? അപ്പോൾ ആദ്യത്തെ ആള്, അതായത് സത്വഗുണത്തിലുള്ള ആള് സന്തുഷ്ടനാണ്. അപ്പൊ ജീവസത്ത 3 തരമാണ്. ഒന്ന് സന്തുഷ്ടൻ, സത്വഗുണത്തിലുള്ളത്. പക്ഷെ ഇതെല്ലാം മിക്സ് ആയിരിക്കും, പ്രൊപ്പോർഷൻ ഇങ്ങനെ മാറിയിരിക്കും.
എല്ലാത്തിന്റെ ഒരാളിൽ തന്നെ ഇത് മൂന്നും ഉണ്ടാവും. രണ്ടാമത്തെ രജോ ഗുണക്കാരൻ കർമ്മനിരതനായിരിക്കും, എപ്പോഴും ഹാർഡ് വർക്ക് ചെയ്യാണ്. എന്തിനാണ്? ഭഗവാനെ സേവിക്കാനാണോ? അല്ല, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെയും ഫലം കാംക്ഷിച്ചുള്ള ഹാർഡ് വർക്കാണ് ആ വ്യക്തി ചെയ്യുന്നത്. അപ്പോൾ കർമ്മനിരതനായിരിക്കും. മൂന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് തമോ ഗുണക്കാരനാണ്. തമോ ഗുണക്കാരൻ എന്താണ്? തമോ ഗുണക്കാരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തമോ ഗുണക്കാരൻ എപ്പോഴും അലസതയാണ്, നിദ്രയാണ്, നിസ്സഹായനാണ് ആള്. അപ്പോ ഒരാൾ സന്തുഷ്ടനാണ്, ഒരാൾ കർമ്മനിരതനാണെങ്കിൽ മൂന്നാമത്തെ ആള് നിസ്സഹായനാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ കണ്ടു തമോ ഗുണത്തിന്റെ ഏറ്റവും വലിയ ദൂഷ്യം നമ്മൾ കണ്ടു. അവിടെ എന്താണ്? തമസ്സാണ്, അവിടെ ഇരുട്ടാണ്, അവിടെ അജ്ഞതയാണ്. അപ്പൊ അവിടെ ഒരു പ്രകാശം ചെന്നെത്താൻ സാധ്യത കുറവാണ്. അപ്പോൾ ഒരു യഥാർത്ഥ ജ്ഞാനം ചെന്നെത്താൻ സാധ്യത കുറവാണ്. അപ്പൊ തമോ ഗുണക്കാരന് കിട്ടുന്ന ജ്ഞാനം നല്ലതായ ജ്ഞാനം ആയിരിക്കില്ല. അപ്പൊ ഒരു കാരണവശാലും തമോ ഗുണത്തിൽ പോകാൻ പാടില്ല എന്നുള്ള കാര്യമല്ല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടു. പിന്നെ നമ്മൾ കണ്ടു ഈ പ്രകാശം എവിടെയാണുള്ളത്? പ്രകാശം ഉള്ളത് സത്വഗുണത്തിലാണ്, അല്ലെ? എല്ലാ ഇന്ദ്രിയം നമ്മളുടെ നവദ്വാരങ്ങൾ പ്രകാശപൂരിതമാവുന്നു ജ്ഞാനം കൊണ്ട്, അല്ലെ? സത്വഗുണത്തിലുള്ള ആളുടെ ലക്ഷണമായിട്ട് ഭഗവാൻ ശ്ലോകം 15 പറയുന്നുണ്ട്, ഒരു സത്വഗുണക്കാരന്റെ എല്ലാ നവദ്വാരങ്ങൾ എല്ലാം പ്രകാശപൂരിതമാവും ജ്ഞാനത്താൽ. അപ്പോൾ അയാൾ കേൾക്കുന്നത് അതുപോലുള്ള കാര്യങ്ങൾ മാത്രമേ കേൾക്കാൻ ചെവി കൊടുക്കുകയുള്ളൂ. അപ്പൊ ആ ജ്ഞാനം കേട്ട് കഴിയുമ്പോൾ അതനുസരിച്ചുള്ള ഇന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഉള്ളിലുള്ള എല്ലാം ആ ഒരു സത്വഗുണത്തിലായിരിക്കും പ്രവർത്തിക്കുന്നത്. അതാണ് പ്രകാശം അവിടെ വരുന്നത്. ആസക്തി വരുന്നത് എവിടെയാണ്? ആസക്തി വരുന്നത് രജോ ഗുണക്കാരനാണ്. എല്ലാത്തിനോടും ആസക്തിയാണ്, തീവ്രമായ ആസക്തിയാണ്, അതും നോൺ സ്റ്റോപ്പ് ആണ്, ഒരിക്കലും മതിയാവില്ല, എന്ത് കിട്ടിയാലും മതിയാവില്ല, ആസക്തിയാണ്. പിന്നെ മൂന്നാമത്തെ ആൾക്ക് വരുന്ന എന്താണ്? ഉന്മാദാവസ്ഥയാണ്, അല്ലെ? ഒരു പ്രമാദാവസ്ഥ, അലസത, ഉന്മാദം, ഒരു ഭ്രാന്ത് പിടിച്ച പോലെയാണ് തമോ ഗുണക്കാരൻ. അതാണ് ഇവിടുത്തെ ട്രാൻസ്ലേഷനിൽ തന്നെ ആദ്യത്തെ വരി പറയുന്നത്, ഹേ പാണ്ഡുപുത്ര, പ്രകാശത്തിന്റെയോ ആസക്തിയുടെയോ വ്യാമോഹത്തിന്റെയോ സാന്നിധ്യത്തിൽ ആർക്ക് വെറുപ്പുണ്ടാകുന്നില്ലയോ, അവയുടെ അസാന്നിധ്യത്തിൽ അത് വേണം ആഗ്രഹം ഉണ്ടാകുന്നില്ലയോ. അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകണം. അപ്പോൾ 22ാമത്തെ ശ്ലോകം പറയുന്നത് അർജുനൻ ചോദിച്ച ചോദ്യത്തിന്റെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഈ പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ എല്ലാം ഭഗവാൻ വിവരിച്ചു കഴിഞ്ഞപ്പോൾ അർജുനൻ 20ാമത്തെ ശ്ലോകത്തിൽ 19 വരെ വിവരിച്ചു കഴിഞ്ഞപ്പോൾ 20ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, സത്വഗുണവും നമുക്ക് മനസ്സിലായി, അല്ലെ? സത്വഗുണം കൊണ്ടും നമ്മൾക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്കൊരു പുനർജന്മത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ സത്വഗുണം നല്ലതാണെന്ന് കരുതി സത്വഗുണത്തിൽ തന്നെ നമ്മൾ തുടർന്നു കഴിഞ്ഞാൽ വീണ്ടും സത്വഗുണത്തിൽ തന്നെ നമ്മളുടെ ജന്മം തുടർന്നുകൊണ്ടിരിക്കും. പക്ഷെ എന്തെങ്കിലും ഒരു പാളിച്ച പറ്റിയാൽ രജോ ഗുണത്തിലേക്കോ തമോ ഗുണത്തിലേക്കോ വീണു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ സത്വഗുണത്തിൽ നിൽക്കുമ്പോൾ നമ്മൾക്കുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ സത്വഗുണത്തിൽ നമ്മൾക്ക് യഥാർത്ഥ ജ്ഞാനം കൈവരിക്കാനുള്ള ചാൻസ് ഉണ്ട്. രജോ ഗുണത്തിലും അതില്ല, തമോ ഗുണത്തിലും അതില്ല. അപ്പോൾ സത്വഗുണത്തിൽ ശുദ്ധിയുണ്ട്, വിശുദ്ധിയുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ജ്ഞാനവും ശുദ്ധിയുള്ളതായിരിക്കും. അപ്പൊ നമ്മളെല്ലാം ശുദ്ധിയുള്ളത് നമുക്ക് സത്വഗുണത്തിൽ കിട്ടും. അപ്പൊ നമ്മൾ ആദ്യം ഈ ഒരു പാതയാണ് പിന്തുടരുന്നെങ്കിൽ സാധനയിൽ നമ്മൾ സത്വഗുണത്തിലേക്ക് ആദ്യം എത്തിച്ചേരണം. അപ്പൊ സത്വഗുണത്തിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ശുദ്ധി കിട്ടി. അപ്പൊ വിശുദ്ധിയോടെയുള്ള ജ്ഞാനം, അതായത് യഥാർത്ഥ ജ്ഞാനം നമുക്ക് കിട്ടി. യഥാർത്ഥ ജ്ഞാനം കിട്ടിയാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ആരാണെന്ന് മനസ്സിലാവും. കാരണം ത്രിഗുണങ്ങൾ നമ്മളെന്താണ്? യഥാർത്ഥത്തിൽ നിന്ന് നമ്മളെ മറച്ചു പിടിക്കുകയാണ് ത്രിഗുണങ്ങൾ, അല്ലെ? പ്രകൃതി ത്രിഗുണങ്ങളെ ഉപയോഗിച്ച് നമ്മളെ യഥാർത്ഥ സത്യത്തിൽ നിന്ന് മറച്ചു പിടിക്കണം. യഥാർത്ഥ സത്യം എന്താണ്? ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണെന്നും നമ്മൾ ഭഗവാന്റെ ദാസാനുദാസാനുദാസനായ ഒരു അംശമാണ്, ഭഗവാന്റെ എല്ലാ ഗുണങ്ങളുമുള്ള അംശമാണ്, എന്നാൽ അളവിൽ നമ്മൾ ഭഗവാൻ തുല്യമല്ല. ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാകാതെ പോകുന്നു, നമ്മൾ മറന്നു പോകുന്ന കാരണം എന്താണ്? നമ്മൾ ത്രിഗുണങ്ങളിൽപ്പെട്ട് കറങ്ങുന്നത് കൊണ്ടാണ്. അപ്പോ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് 20ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുകയാണ്, അതുകൊണ്ട് അർജുന, നീ ഈ 3 ഗുണങ്ങളുടെയും മുകളിൽ വരണം. സത്വഗുണത്തിനും മുകളിൽ നീ വന്നാൽ മാത്രമേ നിനക്ക് ഇതിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനാകൂ. ശുദ്ധ സത്വത്തിലേക്ക് നീ വരണം എന്ന് പറയുമ്പോഴാണ് അർജുനന് തോന്നുന്നത്, ഓ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിൽ വന്ന ഒരാളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ്? അർജുന ഇൻട്രസ്റ്റ് ആയി ആ കാര്യത്തിൽ. അപ്പോൾ എന്തായിരിക്കും അങ്ങനെ 3 ഗുണങ്ങളുടെയും മുകളിൽ വന്ന ഒരാളുടെ, അല്ലെങ്കിൽ 3 ഗുണങ്ങളെ അതിക്രമിച്ച ട്രാൻസെൻഡ് ചെയ്ത ഒരാളുടെ, അതാണ് ട്രാൻസെൻഡന്റൽ, അതായത് ഇന്ദ്രിയങ്ങളുടെ മുകളിൽ വരുന്ന ഒരാളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പിന്നെ അയാളുടെ പെരുമാറ്റം എന്താണ്? 2ാമത്തെ ചോദ്യം. 3ാമത്തെ ചോദ്യമാണ് അയാൾ എങ്ങനെയാണ് ഇതിനെ അതിക്രമിക്കുന്നത്, ഹൗ ഹി ഈസ് ട്രാൻസെൻഡിങ് ടു ദിസ് സ്റ്റേജ് എന്ന. അങ്ങനെ 3 ചോദ്യങ്ങൾ 21ാമത്തെ ശ്ലോകത്തിൽ അർജുനൻ ചോദിക്കുന്നതിന്റെ ഉത്തരം ഭഗവാൻ പറയുന്നതാണ്. 22 മുതൽ 27 വരെയുള്ള ശ്ലോകങ്ങളിലോടുകൂടി ഈ അധ്യായം അവസാനിക്കും.
അപ്പൊ അതിൽ 22 മുതൽ 25 വരെ ഈ 4 ശ്ലോകങ്ങളിലായിട്ട് 2 ചോദ്യങ്ങളുടെ ഉത്തരം ഭഗവാൻ പറയാണ്. ഒന്നാമത്തെ ചോദ്യം, ഈ 3 ഗുണങ്ങളെയും അതിക്രമിച്ച് ട്രാൻസെൻഡ് ചെയ്ത് മുകളിൽ വന്ന ഒരു വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും, ആ വ്യക്തിയുടെ സ്വഭാവം എന്തായിരിക്കും, ഈ 2ന്റെ ഉത്തരവാണ്. അപ്പൊ 22ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് അയാളുടെ ലക്ഷണങ്ങളാണ്. 23, 24, 25 3 ശ്ലോകങ്ങളിൽ ആ വ്യക്തിയുടെ സ്വഭാവം എന്തായിരിക്കും എന്നുള്ള കാര്യമാണ്, അല്ലെങ്കിൽ പെരുമാറ്റം എങ്ങനെയായിരിക്കും എന്ന് പറയും. 26ലും 27ലുമായിട്ട് ഭഗവാൻ എങ്ങനെ നമ്മൾക്ക് ഇതിനെ അതിക്രമിക്കാം, അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് ഈ അധ്യായം അത്രയും പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ നമുക്കിതിന്റെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഒന്നാമത്തെ ശ്ലോകം, ഒന്നാമത്തെ ഭാഗത്തിൽ പറയുന്നത് എന്താ വെച്ചാല്, ഭഗവാൻ പറയുന്നത് വെച്ചാല് അതീന്ദ്രിയാവസ്ഥയിൽ എത്തിയ, ഇതിനകത്ത് ഭാവാർത്ഥം ഞാൻ ഭാവാർത്ഥത്തിൽ നിന്ന് വായിച്ചു പറയാം. കാരണം ഇതിന്റെ ഏറ്റവും മുഴുവൻ സത്ത് പ്രഭാതര് ഭാവാർത്ഥത്തിലൂടെ വളരെ മനോഹരമായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അതീന്ദ്രിയാവസ്ഥയിൽ എത്തിയ ഒരാളിൽ ഈർഷ്യക്കിടമില്ലെന്നും അയാൾ യാതൊന്നിലും തൃഷ്ണയുണ്ടാവില്ലെന്നുമാണ് കൃഷ്ണൻ ആദ്യമേ സൂചിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ കാര്യം, അപ്പൊ ഭഗവാൻ ചോദിക്കുകയാണ്, അർജുനൻ ചോദിക്കുകയാണ്, എന്താണ് ഈ 3 ഗുണങ്ങളെ അതിക്രമിച്ച ഒരാളുടെ ലക്ഷണങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ പറയുകയാണ്, യാതൊന്നിലും, അതായത് അയാള് പ്രകാശത്തിൽ എന്ന് വെച്ചാൽ എന്താണ്, സത്വഗുണത്തിൽ അല്ലെ, ആസക്തിയിൽ, രജോ ഗുണത്തിൽ, അല്ലെങ്കിൽ പിന്നെ ഉന്മാദത്തിൽ അല്ലെ, എന്താ പറയുക, വ്യാമോഹത്തിൽ, ഇല്യൂഷൻ, വ്യാമോഹത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമോ ഗുണത്തിൽ. അപ്പൊ ഏത് രീതിയിലായാലും അയാൾക്ക് ഒന്നിനോടും യാതൊരു ആസക്തിയില്ല. അതെങ്ങനെയാന്ന് വെച്ചാല്, ഒരു വ്യക്തി ജീവിക്കുന്നു, വളരെ ഈസി ആയിട്ട് നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും, നമ്മളെ തന്നെ സെൽഫ് അനാലിസിസ് ചെയ്യാം. അപ്പോ നമ്മൾക്ക് ഒരാൾക്ക് ഒരു സാധനം കിട്ടി, നമ്മൾക്ക് അയാളോട് ആ സാധനം എനിക്കും കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മളുടെ ആ ഒരു വ്യാമോഹമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു വ്യാമോഹമല്ല, നമ്മുടെ ആസക്തിയാണ്. അപ്പോൾ മറ്റൊരാളിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ ഒരു സാന്നിധ്യം നമ്മളിൽ അതിലേക്കൊരു അട്രാക്ഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് അതീതനല്ല, അതിന്റെ മുകളിൽ എത്തിയിട്ടില്ല. ഇനി നമ്മൾക്ക് അത് എനിക്ക്, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ, അത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. നമുക്ക് കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു, കുറച്ച് ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ആസ്തികൾ ഉണ്ടായിരുന്നു, അത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയപ്പോൾ നമ്മൾക്ക് ആ നഷ്ടപ്പെട്ടു പോയതിനോടൊരു നമുക്കൊരു വിഷമോ പരിഭ്രമോ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മൾ ആ അവസ്ഥയിൽ എത്തിയിട്ടില്ല. അപ്പോൾ തിരിച്ചു പറയുകയാണെങ്കിൽ, നമ്മൾക്ക് എന്തെങ്കിലും ഇതുപോലെ ഒരു ഭൗതികമായ കാര്യങ്ങളോട്, മറ്റൊരാളുടെ കയ്യിൽ കണ്ട് ആ കാര്യങ്ങളോട് നമുക്കൊരു ആസക്തി ഉണ്ടാകുന്നില്ല. നമ്മുടെ കയ്യിലുള്ള വസ്തുവകകൾ നമ്മുടെ നഷ്ടപ്പെട്ടു പോയിട്ടും നമ്മൾക്ക് അതിനോട് യാതൊരു കുഴപ്പമില്ല, നമ്മൾ സമചിത്തതയോടെ സ്റ്റഡി മൈൻഡോടെ നമ്മൾ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ എന്താ അർത്ഥം? അതിനർത്ഥം നമ്മൾ ഇതിനെ അതിക്രമിച്ചു. അതാണ് ആ വ്യക്തിയുടെ ലക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇതിൽ നിന്നുള്ള ആ ഒരു നക്ഷൽ നമ്മൾ എടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഒരു കാര്യത്തിനോടും നമുക്കൊരു ആസക്തി, എല്ലാത്തിനും സമചിത്തത, അവിടെ എന്ത് കണ്ടാലും അന്നൊരു കുഴപ്പമില്ല, എൻ്റെ കയ്യിൽ നിന്ന് ഇത് പോയി, ഒരു പ്രശ്നമില്ല. നമുക്ക് ഒരു പുറമേ കാണിക്കുന്നതല്ല, നമ്മളുടെ ഒരു നാടകീയതയല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ മനസ്സിൽ നിന്ന്, നമ്മുടെ മനസ്സ്, അല്ലെങ്കിൽ മനസ്സാ വാചാ കർമ്മണ എന്ന് പറഞ്ഞാൽ മനസ്സിലും വാക്കിലും പ്രവൃത്തിയിലും നമ്മുടെ ഉള്ളിൽ നമ്മൾക്ക് തന്നെ തോന്നണം. നമ്മളിപ്പോ ഒരു കാര്യം നമുക്ക് നഷ്ടപ്പെട്ടു, അന്നൊരു പോയാലൊന്നും ഞാൻ കുലുങ്ങില്ല എന്ന് ഞാൻ പറയാമെന്ന് വിചാരിക്കുക, ഒരു കാര്യമില്ല. നമുക്ക് ഉള്ളിൽ തട്ടിയാണോ നമ്മൾ പറയുന്നത്, നമ്മൾ ശരിക്കും ആണോ നമ്മൾ പറയുന്നത്, അവിടെയാണ് കാര്യം. കാരണം ഇത് ആരെയും ബോധ്യപ്പെടുത്താനല്ല, ഇത് മനസ്സിലാക്കുന്നത്, ഇത് റീഡ് ചെയ്യുന്നത്, ഇത് സെൻസ് ചെയ്യുന്ന ആരാണ്? ഭഗവാനാണ് സെൻസ് ചെയ്യുന്നത്. ഒരുപക്ഷെ നമുക്ക് പോലും അറിയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾക്ക് തോന്നും അത് പോയതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല എന്ന് നമുക്ക് തോന്നും, പക്ഷെ ഭഗവാൻ അറിയാൻ കുഴപ്പം ഉണ്ടായിട്ടുണ്ട്, കാരണം മനസ്സിന് ഇളക്കം തെറ്റിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയെന്ന് ഭഗവാൻ പറയും. കാരണം നമുക്ക് തോന്നില്ല, നമുക്ക് തോന്നുന്നു എനിക്കൊരു പ്രശ്നമില്ല, കാരണം നമ്മൾ അഭിനയത്തിൽ ഭയങ്കര മികവാണ്. അപ്പൊ നമ്മൾ അഭിനയിച്ച് നമ്മളെ തന്നെ നമ്മൾ മയക്കി കളയും. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ ഭക്തനാണ് എന്ന് വിചാരിക്കും, അല്ലെ, ഭയങ്കര ഇതൊക്കെ നമ്മൾ ചെയ്യും. പക്ഷെ ആക്ച്വലി നമ്മൾ ഭക്തനാണെന്ന് ആർക്കറിയാം? നമുക്ക് പോലും അറിയില്ല. നമ്മൾ ഭക്തനാണോ എന്നറിയുന്നത് ഭഗവാന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഒരു ഭക്തനായിട്ടുണ്ടോന്ന്. അപ്പൊ അതുവരെ നമ്മൾ എന്താണ്? ഭക്തിയുത സേവനമാണ്, അല്ലെ. അതാണ് പ്രഭാത് ഒരിക്കലും ഭക്തി എന്ന് പറയുന്നില്ലല്ലോ, ഭക്തിയുത സേവനം, ഡിവോഷണൽ സർവീസ് ആണ്. കാരണം ഭക്തി എന്ന് വെച്ചാൽ അതിന്റെ നിർവചനം എന്താണ്? ഭഗവാനോടുള്ള നമ്മുടെ ആ ഒരു സ്നേഹം, അല്ലെങ്കിൽ പ്രേമം. ഈ പ്രേമം എന്ന പദം തന്നെ നമ്മൾ വളരെയധികം എന്താ പറയണ, ഒരു തെറ്റായ രീതിയിലാണ്. പ്രേമം എന്ന പദം ഭൗതികതയിൽ ഇല്ല. രൂപ ഗോസ്വാമി പറയുന്നുണ്ട്, നെക്ടർ ഓഫ് ഡിവോഷൻ പറയുന്നുണ്ട്. അതായത് പ്രേമം എന്നത് കൃഷ്ണനോട് ബന്ധപ്പെടുത്തി മാത്രം ഉപയോഗിക്കേണ്ട ഒരു വാക്കാണ് പ്രേമം. നമ്മളിവിടെ എന്താ യൂസ് ചെയ്യണേ? പ്രേമം. രണ്ടുപേര് തമ്മിൽ പ്രേമം എന്ന് പറയും ഒരിക്കലുമില്ല. കാരണം അവിടെ പ്രേമമില്ല. കാരണം പ്രേമത്തിൽ അവിടെ കാമമില്ല. പ്രേമം എന്ന് പറഞ്ഞാൽ അത് ഭഗവാനോടുള്ള ഒരു സ്നേഹമാണ്. ആ സ്നേഹത്തിന്റെ പേരാണ് പ്രേമം.
അപ്പൊ അത് ഭൗതികതയിൽ ഒരിക്കലും പ്രേമമില്ല. കാരണം ഭൗതികതയിൽ കാമമുണ്ട് ആ പ്രേമത്തില്. അപ്പൊ പ്രേമം എന്ന് അതിനെ പറയാൻ പറ്റില്ല. സോ പ്രേമഭക്തി എന്ന് പറയുന്നത് നമ്മൾക്ക് ഭഗവാനോടുള്ള ആ ഒരു സ്നേഹം നമ്മള് പ്രവൃത്തിയിലൂടെ പ്രകടിപ്പിക്കുന്നതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. അതാണ് ഭക്തിയുടെ സേവനം. അപ്പൊ അവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മളിൽ അന്തർലീനമായിട്ടുള്ള ആ ഒരു ഭാവം, അല്ലെ, നമ്മുടെ ഉള്ളിലുള്ള ഒരു ഭാവവും പുറത്തെയുള്ള പ്രവൃത്തിയും രണ്ടും കൂടി ചേരുന്നതാണ് ഭക്തി എന്ന് പറയുന്നത്. അതായത് ഭക്തിയുത സേവനം എന്ന് പറയുന്നത്. അപ്പോ ഇത് രണ്ടും ഒന്നാവുക എന്ന് പറഞ്ഞാൽ മാത്രമേ, അപ്പോ ചിലപ്പോ എന്ത് പറ്റും എന്ന് വെച്ചാല് പുറമേ ഉള്ളത് നന്നായിട്ട് കാണിക്കും, പക്ഷെ അകത്ത് ആ ഭാവം വന്നിട്ടുണ്ടാവില്ല. അപ്പോ അവിടെ ഇല്ല, ഭഗവാൻ അത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നമ്മൾക്ക് പോലും തോന്നും, ഞാനൊരു ഭക്തനായി കഴിഞ്ഞു, ഓക്കെ, ഞാൻ കുറെ ഭഗവത്ഗീത പറയുന്നുണ്ട്, ഞാൻ കുറെ ആരതി ചെയ്യുന്നു, ഞാനൊരു ഭക്തനായി കഴിഞ്ഞു. ഭഗവാന് കൃത്യമായിട്ട് അറിയാം നമ്മൾ ഭക്തനായിട്ടുണ്ടോ ഇല്ലയോ എന്ന്, അല്ലെ? കാരണം ആ നമ്മുടെ ഉള്ള് അത്രയും പരിശുദ്ധമാകുക എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും ഭക്തിയുത സേവനത്തിൽ പുരോഗമിക്കുന്നവരുണ്ട്, ഭക്തനാകുന്നവരുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ ആ ഒരു പ്രോസസ്സ്, അപ്പൊ അതിനെ വളരെ അതിനകത്ത് ഒരു പ്രധാനമായ കാര്യമാണ് നമ്മുടെ പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ പ്രവർത്തനം. ഇപ്പോ ഒന്നാമത്തെ കാര്യം പ്രഭാതർ ഭാവാർത്ഥത്തിൽ പറയുന്ന അതാണ്, ഒരു ആൾക്ക് കൃഷ്ണനല്ലാതെ യാതൊന്നിലേക്കും ഒരു ആസക്തി ഉണ്ടാവാൻ പാടില്ല. ഒരു സാധനം നഷ്ടപ്പെട്ടാലും കയ്യിലിരുന്നത് പോയാലും വെറ്റൊരാളുടെ കൈ കണ്ടാലും ഒന്നും തോന്നാൻ പാടില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അയാൾ ശരീരസ്ഥന എന്ന നിലയിൽ അയാൾക്ക് ഉദാസീനതയാണ് യോജ്യം. തനിക്ക് ഭൗതിക ശരീരമായുള്ള താതാത്മ്യം ഓർമ്മയിലെത്താത്ത വിധം അയാൾ ഭക്തിയുത സേവനത്തിൽ, ഭഗവത് സേവനത്തിൽ മുഴുകണം. നമ്മൾ ആദ്യം നമ്മുടെ സൃഷ്ടിയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞിരുന്നു, അല്ലെ? നമ്മൾ എങ്ങനെയുണ്ടാവുന്ന ഈ 24 എലമെന്റ്സ് പ്രകൃതിയിലുണ്ട്, അല്ലെ? ഭൗതിക പ്രകൃതി പ്രധാനയിലേക്ക് ഭഗവാൻ കാരണോദശായിയുടെ ഒരു നോട്ടം ചെല്ലുമ്പോൾ അവിടെ അവിടെ ടൈം ആക്ട് ചെയ്യണം, അല്ലെ? ടൈം ആക്ട് ചെയ്യുന്നു. അപ്പൊ ടൈം ആക്ട് ചെയ്യുന്നത് അവിടെ കാലം എന്ന് പറയുന്ന ഒരു സമയം വരികയാണ്. അതോ മഹത്തത്വമായ നമ്മുടെ ക്ലോക്ക് സ്റ്റാർട്ട് ചെയ്തു, ടിക് ടിക് ടിക്, ടൈം ആരംഭിച്ചു. അതുവരെ ഇല്ല, അതുവരെ എല്ലാം ഞാനില്ല, നീയില്ല, എല്ലാം ഒന്നാ. ത്രിഗുണവുമില്ല, ഒന്നുമില്ല, സത്വമില്ല, തമോ ഗുണം, ഒരു ഗുണങ്ങളും ഇല്ല. പക്ഷെ മഹത്വത്വം അവിടെ ലൈവ് ആയി കഴിഞ്ഞപ്പോൾ, അതായത് ഒരു ഡൾ പ്രകൃതിയാണ് പ്രധാനമെങ്കിൽ ലൈവ് പ്രകൃതിയാണ് മഹത്വത്വം. ആ മഹത്വത്വത്തിലേക്കാണ് ഭഗവാൻ എന്ത് ചെയ്യുന്നത്? ഈ ജീവജാലങ്ങളായ ബീജത്തിനെ കൊടുക്കുന്നത്. അപ്പൊ ഭഗവാൻ ആ ബീജം എന്ന് പറഞ്ഞ ജീവാത്മാവ്, ശരീരമെല്ലാം പോയല്ലോ, ഒരു പ്രളയമാണെങ്കിൽ ശരീരമെല്ലാം അത് നശ്വരമാണ്, അത് പോയി. അനശ്വരമായ ജീവാത്മാവിനെ അതിലേക്ക് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പരമാത്മാവിന്റെ റിപ്പോർട്ട് കൂടെ പോകുന്നുണ്ട്. എന്താണ് കഴിഞ്ഞ തവണ ചെയ്തത്, എന്തായിരുന്നു മോഹം ഉള്ളിലുള്ളത്, അത് പ്രകാരമുള്ള ഒരു രൂപം, ഏതാണോ ആ രൂപം, നിറം, എല്ലാം അവിടുന്ന് പ്രിന്റ് എടുത്ത് ഇങ്ങോട്ട് വരികയാണ്. ആ ഒരു പ്രൊഡക്റ്റ് ഇങ്ങോട്ട് വരുന്നത്. അതാണ് നമ്മുടെ അടുത്ത ജന്മം വരുന്നത്, അല്ലെ? അപ്പോ അതിന് കാരണം എല്ലാം എന്താണ്? നമ്മളുടെ ആ മുൻകാല കർമ്മങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമുക്കതെല്ലാം കിട്ടുന്നത്. അപ്പൊ പറഞ്ഞു എന്ന് വെച്ചാല്, നമ്മൾ ആ സമയത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യം ഓർക്കുക, നമ്മൾ അങ്ങനെ ആ ജീവാത്മാവോട് ചെല്ലുമ്പോൾ ആ ജീവാത്മാവിന് മുന്നേ എന്തൊക്കെയോ മോഹങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ടാണ് ആ ഒരു ഇത് കിട്ടിയത്. അല്ലെങ്കിൽ നമുക്ക് അവിടെ പോകേണ്ട ആവശ്യമില്ലല്ലോ. അതാണല്ലോ നമ്മൾ 2.22 പറയുന്നുണ്ടല്ലോ, വാസാംസി ജീർണാനി യഥാവിഹായ ശ്ലോകത്തിൽ എന്താ പറയുന്നത്? പഴയ ഉടുപ്പ് മാറി പുതിയ ഉടുപ്പ് എടുത്ത് അണിയുന്ന പോലെയാണ് ആത്മാവ് ശരീരത്തിനെ കളയുന്നത്. പക്ഷെ നമ്മൾ ആ ശരീരത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു, അല്ലെ? അപ്പോൾ നമ്മൾ 13-ാമത്തെ അധ്യായത്തിൽ 13.22 നമ്മൾ കാര്യം പഠിച്ചു. എന്താണ്? പുരുഷ പ്രകൃതിസ്തോക്കി പുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ. അതായത് ജീവാത്മാവ് ഭൗതിക പ്രകൃതിയുടെ ഭൗതിക പ്രകൃതി ത്രിഗുണങ്ങൾ അനുഭവിച്ചുകൊണ്ടുള്ള ഒരു ജീവിത രീതി തുടരുന്നതുകൊണ്ടാണ് ജീവാത്മാവ് കരുതുന്നു ഞാൻ ഈ ശരീരമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. അപ്പൊ എന്ത് പറ്റുന്നു? ജീവാത്മാവ് ഈ ശരീരമാണെന്നും ഭഗവാനുമായിട്ടുള്ള കണക്ഷൻ മറന്നു പോകുന്നു. അവിടെയാണ് വിദ്യാഹങ്കാരം വരുന്നതും. ഇതിനെ മറപ്പിക്കാനായിട്ടുണ്ട് ത്രിഗുണങ്ങളും ഉണ്ട്. നമുക്ക് സൗകര്യം ഭഗവാൻ ചെയ്തതെന്നാണ്. കാരണം നമ്മൾക്ക് ഭഗവാൻ കരുണ കാണിച്ചാണ്. കാരണം നമുക്ക് ഈ ആഗ്രഹമുണ്ട്, ഈ ആഗ്രഹം നടപ്പിലാക്കാൻ ഇദ്ദേഹത്തിന് ഈ 3 ഗുണങ്ങളുടെ ആവശ്യമുണ്ട്. ആ ഗുണങ്ങൾ തന്നു. പക്ഷെ ആ ഗുണങ്ങളെ അതിക്രമിച്ച് അതിന് മുകളിൽ വന്നാലേ നമ്മൾക്ക് ഈ ഭഗവാനുമായിട്ടുള്ള ബന്ധം നമുക്ക് കാണാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോ അയാൾക്ക് എങ്ങനെയാണ് അയാൾ ഒഴിഞ്ഞു നിൽക്കുന്നത്? അയാൾ ശരീരത്തെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ ശരീരത്തിൽ നിന്ന് മാറി നിൽക്കാനും ആകാംക്ഷയില്ല. ഈ ശരീരത്തിൽ ആത്മാവ് നമ്മുടെ ഈ ശരീരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം, മനുഷ്യനായിക്കോട്ടെ മൃഗമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ, പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ 100% നമ്മളിൽ ആക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ മുന്നേ ഉള്ളൊരു ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, 2 ശ്ലോകം മുന്നേ നമ്മൾ പറഞ്ഞു, നമ്മൾക്ക് ഈ ശരീരം വെടിയാതെ തന്നെ
നമുക്ക് മുക്തനാവാൻ പറ്റുമെന്ന് കണ്ടു അല്ലെ. നമ്മൾ അതിന്റെ ഒരു എക്സ്പ്ലനേഷനും പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടത്തെ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, നമുക്ക് ത്രിഗുണങ്ങളെ അതിക്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ശരീരത്തോടു കൂടി തന്നെ മുക്തി സാധിക്കും. അപ്പൊ അതെങ്ങനെ സാധിക്കും? മുക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? മുക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഭൗതികതയുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല അല്ലെ, ഒരു ബന്ധവും പാടില്ല. പക്ഷെ ഈ ശരീരം ഇരിക്കുന്നിടത്തോളം ത്രിഗുണങ്ങൾ നമ്മളെ ഒരു രീതിയിലും ത്രിഗുണങ്ങൾ ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനും പറ്റില്ല. അപ്പൊ ആ ത്രിഗുണങ്ങളെ നമ്മൾക്ക് മാറ്റണമെങ്കിൽ എന്തേ ഉള്ളൂ മാർഗം? ഭഗവാൻ തന്നെയുള്ളൂ അല്ലെ. നമുക്ക് ഭഗവാൻ തന്നെയുള്ളൂ ശരണം. നമുക്ക് വേറെ രീതിയിൽ പറഞ്ഞാൽ, അതായത് ഭഗവാനിലേക്ക് ഒരു കണക്ഷൻ. ഞാനൊരു ഉദാഹരണം പറയാം. അതായത് ഇപ്പൊ ഒരു ഭയങ്കര ഗട്ടറൊക്കെ ഉള്ള ഒരു വഴി, പ്രത്യേകിച്ച് പറയാനല്ല, എല്ലായിടത്തും ഗട്ടറ. അപ്പൊ അതിൽ കൂടി ഒരു ബസ്സിൽ നമ്മളെല്ലാവരും യാത്ര പോകാന്ന് വിചാരിക്കുക. ബസ്സിന്റെ മുകളിൽ മൂടിയില്ല, ഓക്കെ, റൂഫ് ഇല്ലാത്ത ഒരു ബസ്സിൽ നമ്മളെല്ലാവരും സീറ്റിലിരിക്കുകയാണ്. വഴിയിൽ നിറയെ കുണ്ടും കുഴിയായിട്ട് പോവാന്ന് വിചാരിക്കും. നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ബസ് ആ കുണ്ടിലും കുഴിയിലും ചാടുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മളും അല്ലെ അതനുസരിച്ച് ചാടി മറിഞ്ഞ് തലയൊക്കെ ഇടിച്ചുകൊണ്ടിരിക്കും. ഇതുപോലെയാണ് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഭൗതികതയിൽ നമ്മുടെ ജീവാത്മാവ് ഇരിക്കുന്നത്. ആ സമയത്ത് വിചാരിക്കുക, മൂടിയില്ലല്ലോ, റൂഫ് ഇല്ലാത്ത ബസ്സാ, മുകളിൽ ഒരു ഹെലികോപ്റ്ററിൽ ഒരു റോപ്പിൽ ഒരു ചെയർ നേരെ ഇങ്ങോട്ട് വന്നിട്ട് ആ ബസ്സിനകത്ത് നമ്മളുടെ സീറ്റിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റ് ആ ഹെലികോപ്റ്ററിലെ റോപ്പിൽ നിന്ന് വന്ന സീറ്റിൽ ഇരിക്കാന്ന് വിചാരിക്കുക. എല്ലാവരും ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക, ജസ്റ്റ് ഒരു ഇതിനായിട്ട് പറയുക. അപ്പൊ നമ്മുടെ ബസ് ഇങ്ങനെ പോവാ, കുണ്ടും കുഴിയിലും ചാടി പോണു. പക്ഷെ അവിടെ മുകളിൽ നിന്ന് ഹെലികോപ്റ്ററിൽ നിന്ന് ഒരു റോപ്പിൽ ഒരു ചെയർ ഉണ്ട്, നമ്മൾ അതിനകത്താണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ എവിടെ ഇരിക്കുന്നത്? ബസ്സിനകത്താണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷെ ബസ്സുമായിട്ട് നമ്മൾ തൊട്ടിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ഇരിക്കുന്ന എവിടെയാണ്? ബസ്സിനകത്താണ്. പക്ഷെ ഇരിക്കുന്ന സീറ്റ് മുകളിലെ ഹെലികോപ്റ്ററിൽ നിന്ന് വന്നതില്ല. ആ ബസ് ഏത് കുണ്ടിലും കുഴിയിലും ചാടിയാലും നമ്മൾ കുലുങ്ങോ? ഇല്ല. ഇത് തന്നെയാണ്, നമ്മൾ ആ ഒരു ശരീരത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ആ ശരീരത്തിനെ ഉപേക്ഷിക്കുക. അപ്പൊ ആ കണക്ഷൻ, ആ ലിങ്ക് ഭഗവാനുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ ഈ കുണ്ടിലും കുഴിയിലും ചാടുമ്പോൾ നമ്മുടെ ശരീരം ഇളകില്ല, നമ്മുടെ ആത്മാവ് ഇളകില്ല, ശരീരം ഇളകും. അപ്പൊ ആ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് മുക്തനായി മാറാം. മാമേമവേ പ്രപത്യന്തേ, ഭഗവാനെ നമ്മൾ ശരണം പ്രാപിച്ചാൽ. ആ ഒരു കാര്യമാണ് ഭഗവാൻ ഈ ഒരു 22 മുതൽ 25 വരെയുള്ള ശ്ലോകത്തിൽ പറഞ്ഞത്. അടുത്ത ശ്ലോകമാണ് ഏറ്റവും പ്രധാനം. മാം വ്യഭിചാരേണ ഭക്തിയോഗേന സേവതേ. അതായത് നമ്മളുടെ ഈ പറഞ്ഞ കാര്യം, അതായത് ഭഗവാനിൽ നമ്മൾ ശരണം പ്രാപിക്കാൽ അതെങ്ങനെയാണ്? നമ്മൾ സമ്പൂർണമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സും ശരീരവും എല്ലാം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ശരണം പ്രാപിച്ചാൽ തന്നെ മാത്രമേ നമുക്ക് ഇന്ന് രക്ഷപ്പെടാൻ പറ്റൂ. 7.14 ഭഗവാൻ ആൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലെ. ദേവി ഹേഷാ ഗുണമയി മമമായ ദുരത്തിയ മാമേവ യേ പ്രപദ്യന്തേ മായാമേതാം തരന്തേ. മാമേവ യേ പ്രപദ്യന്തേ, എന്നെ നിങ്ങൾ ശരണം പ്രാപിച്ചാൽ അല്ലെ, മായാമേവാം തരന്തിതേ. അതായത് നിങ്ങൾക്ക് പിന്നെ ഒരിക്കലും പുനർജന്മത്തിന്റെ ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് ഈ ത്രിഗുണങ്ങളെ നിങ്ങൾക്ക് മറികട, അത് ഭഗവാനോട് പറയുന്ന വെച്ചാൽ കാരണം ഭഗവാന്റെ ശക്തിയാണ് ത്രിഗുണങ്ങൾ അല്ലെ. ആ ത്രിഗുണങ്ങളെ അതിക്രമിക്കാൻ വെച്ചാൽ സാധാരണ ഒരാൾക്ക് ഒട്ടും സാധ്യമല്ല. ഭഗവാൻ 7.14 തന്നെ പറയുന്നുണ്ട്. പിന്നെ എന്ത് സാധിക്കണം? എനിക്ക് പൂർണ്ണമായി സമർപ്പണം ചെയ്തവർക്ക് അത് സാധിക്കും. പക്ഷെ 7.14 നമ്മൾ വായിച്ചു വരുമ്പോൾ നമുക്ക് അന്ന് അത്രയും മനസ്സിലാവില്ല. പക്ഷെ ഇപ്പൊ ഭഗവാൻ അത് 13-ാമത്തെ അധ്യായത്തിലും 14-ാമത്തെ അധ്യായത്തിലും വരുമ്പോൾ നമ്മൾ പ്രകൃതി, പുരുഷൻ, ക്ഷേത്രജ്ഞനും അങ്ങനെയുള്ള ആ കാര്യങ്ങളും പിന്നെ ഈ ത്രിഗുണങ്ങളെ കുറിച്ച് ഇത്രയും വിശദമായി നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ത്രിഗുണങ്ങൾ വളരെ ഡേഞ്ചറസ് ആണ്. അതായത് ആ ത്രിഗുണങ്ങൾ നമ്മുടെ ആത്മാവിന് ഭഗവാനുമായിട്ട് ബന്ധം സ്ഥാപിക്കണമെങ്കിൽ നമ്മൾ ഈ ത്രിഗുണങ്ങളെ അതിക്രമിച്ചേ പറ്റൂ. അപ്പോൾ ഈ ഭൗതികതയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഭഗവാനിൽ പൂർണ്ണമായി സമർപ്പണം ചെയ്താൽ, നേരത്തെ പറഞ്ഞ പോലെ ആ ബസ്സിനുള്ളിലാണ്, എന്നാൽ ബസ്സിന്റെ സീറ്റിലാണോ ഇരിക്കുന്നത്? അല്ല, നമ്മൾ അവിടെ വേറൊരു റോപ്പിലായിരിക്കുന്നത്. ആ റോപ്പാണ് ഭഗവാനുമായിട്ടുള്ള കണക്ഷൻ. അതാണ് നമ്മുടെ ഇതിനകത്ത് പറയുന്നത്. ഇനി നമ്മള് ഭഗവാനുമായിട്ട് നമുക്ക് അങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് സാധന ആവശ്യമാണ് അല്ലെ. സാധന ഇല്ലാതെ നമുക്ക്, കാരണം ഭക്തി എന്ന് പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പലതരം, അതെ, സാധനാ ഭക്തിയുണ്ട്, നമുക്ക് ഭാവഭക്തി, പ്രേമഭക്തി. ഭക്തി തന്നെ പല രീതിയിലാണ്. അപ്പോൾ പല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേമഭക്തിയിലേക്ക് നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഒരു സാധാരണ വ്യക്തിക്ക് സാധനയിലൂടെ, അതായത് പരിശീലനത്തിലൂടെ തന്നെ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ആ പരിശീലനം ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തെറ്റായ മാർഗത്തിൽ പോകും. അപ്പൊ നമുക്ക് പരിശീലനം ശരിയാവണമെങ്കിൽ, നമ്മളിപ്പോ എന്തൊരു കാര്യം പഠിച്ച് പാസ്സായി ശരിയാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് അതിൻ്റെതായ ഒരു ആധികാരികമായ ഗ്രന്ഥങ്ങൾ വേണം അല്ലെ. അത് പഠിപ്പിക്കുന്ന അധ്യാപകർ വേണം. അപ്പോൾ നമ്മളുടെ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ശ്രീല പ്രഭുപാദരുടെ ആ ആസ് ഇറ്റ് ഈസ്, അതായത് യഥാരൂപമായ പുസ്തകമുണ്ട്. ഭഗവാൻ എന്ത് പറഞ്ഞു അത് പ്രഭുപാദർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്.
അത് നമ്മൾ അപ്പാടെ വിഴുങ്ങുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രഭാതരുടെ പർപ്പട്ട് വായിക്കുക, ഭാവാർത്ഥം വായിക്കുക, അത് അങ്ങനെ തന്നെ നമ്മൾ ഫോളോ ചെയ്യുക. അതിനകത്ത് വേറൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ്? നമുക്ക് ഇപ്പോൾ അത് ആവശ്യമാണ്. കാരണം നമ്മുടെ ഈ കലിയുഗത്തില് ത്രിഗുണങ്ങൾ നമ്മളെ അത്രയധികം ബാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവിടെ പോയിട്ട് എന്തെങ്കിലും കമ്പാരിറ്റീവ് സ്റ്റഡിയോ ഒക്കെ നോക്കാനാണെങ്കിൽ നമ്മുടെ ഈ ജന്മം നമുക്ക് മതിയാവില്ല. അപ്പോൾ നമ്മൾക്ക് ആധികാരികമായ പരമ്പരയിൽ വന്നുള്ള ഒരു ഗുരുനാഥന്റെ ആ ഒരു വിവർത്തനവും നമുക്ക് ആ ഒരു പുസ്തകമുള്ളപ്പോൾ നമ്മൾ അതിനെ ഫോളോ ചെയ്യുകയും ആ പരമ്പരയിലെ ആചാര്യന്മാരുടെ ശിക്ഷണങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾക്ക് യഥാർത്ഥ സാധനയുടെ മാർഗത്തിൽ എത്താൻ നമുക്ക് സാധിക്കും. അപ്പൊ ആ സാധനയിൽ എത്തിയാൽ മാത്രമേ നമുക്ക് ഈ ത്രിഗുണങ്ങളെ മറികടക്കുവാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് പെട്ടുപോകും. അപ്പോ ഇവിടെ പറയുന്ന വേറെ പോയിന്റുകൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല്, പ്രകൃതി ഗുണങ്ങളാണ് പ്രവർത്തന നിരതങ്ങളായിരിക്കുന്നു എന്ന് മനസ്സിലാക്കി ഉദാസീനനും അവയ്ക്ക് അതീതനും ആയിരിക്കുന്നുവോ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആദ്യമേ കണ്ടു, നമ്മളിൽ ത്രിഗുണങ്ങൾ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു നമ്മളിൽ തന്നെ 3 ഗുണങ്ങൾ വരും. ചില സമയത്ത് നമുക്ക് പെട്ടെന്ന് നമ്മൾ വളരെ ശാന്തമായിരിക്കുന്ന നമ്മളിലേക്കായിരിക്കും പെട്ടെന്ന് നമുക്കൊരു ദേഷ്യം വരുന്നത്. അപ്പൊ രജോ ഗുണം നമ്മുടെ സ്കെയില് കൂടുകയാണ്. ചിലപ്പോൾ നമ്മൾ തമോ ഗുണത്തിൽ പോയിന്ന് വരും. ചിലപ്പോൾ നമ്മൾ വീണ്ടും ഇത് തന്നെ വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഗുണങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഉള്ളിൽ ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, രജോ ഗുണം കയറി നിൽക്കുക, കുഴപ്പമില്ല, ഞാൻ കുറച്ചു നേരം ഒരു റൗണ്ട് ചാൻഡ് ചെയ്ത് അവിടെ ഇരിക്കാം. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ കുറച്ചു നേരം ശാന്തമായി ഇരിക്കുക. കാരണം നമ്മൾ അതിനെ മനസ്സിലാക്കി, നമ്മൾ ടെക്നിക്കലി മനസ്സിലാക്കി നമ്മുടെ ഉള്ളിൽ. അപ്പൊ അങ്ങനെ നമ്മൾ ആ ഒരു ഉദാസീന ഭാവം എന്ത് കണ്ടാലും അല്ലെങ്കിൽ ഒന്നിനോടും നമുക്ക് താല്പര്യമില്ലാത്ത ഭാവം നമ്മൾ സാധനയിലൂടെ കൊണ്ടുവരാം. ഇത് വെറുതെ വിചാരിച്ചാൽ നമുക്ക് സാധിക്കുമോ? ഇല്ല. അപ്പൊ നമുക്കൊരു പരസഹായം കൂടിയേ തീരും. ആ സഹായമാണ് നമുക്ക് എന്താണ്? നമ്മുടെ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം. നമ്മുടെ സാധനയിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം. നമുക്ക് സാധനയിൽ പല കാര്യങ്ങൾ ചെയ്യാം അല്ലെ? ഭഗവാന്റെ നമുക്ക് മംഗളാരതി ചെയ്യുന്നുണ്ട്, നമ്മൾ നരസിംഹാരതി ചെയ്യുന്നുണ്ട്, ഒരുപാട് തുളസിയാരതി ചെയ്യുന്നുണ്ട്. അതെല്ലാം നമ്മൾക്ക് ഗുണകരമാവും. പക്ഷെ അവിടെയെല്ലാം അതിനേക്കാളെല്ലാം ഉപരി നമുക്ക് നമ്മുടെ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തിന്റെ ശക്തി എന്ന് പറയുന്നത് അത്ര തീവ്രമാണ്. കാരണം ആ ജപം എത്രത്തോളം ശക്തമായി പോകുന്നുവോ അത്രയും നമ്മൾക്ക് ഈ സാധനയിൽ പുരോഗമിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ പറയുന്നുണ്ട്, സുഖദുഃഖങ്ങളെ തുല്യനിലയിൽ കാണുന്നുവോ, ആരുടെ ദൃഷ്ടിയിൽ മൺകട്ടയും കല്ലും പൊന്നും വ്യത്യസ്തമല്ലയോ. അതായത് സുഖം വന്നാലും ദുഃഖം വന്നാലും നമുക്ക് ഒരുപോലെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമോ അല്ലെ? നമുക്കൊരു ഇപ്പൊ തന്നെ നമ്മൾ പറയുമോ, മഴ പെയ്താൽ നമ്മൾ പറയുമോ എന്തൊരു മഴയാ, ഒരു രക്ഷയില്ല. കുറച്ച് നാൾ മുന്നേ വരെ ഒയ്യോ ഇവിടെ ഇരിക്കാനേ പറ്റില്ല, ചൂടുകൊണ്ട് തലവരെ വെന്തോ എന്ന് പറഞ്ഞ നമ്മൾ മഴ പെയ്യുമ്പോൾ പറിച്ചോ ഈ മഴ കാരണം ഇവിടെ ഇരിക്കാനും പറ്റില്ല, അപ്പടി ചാറ്റിലടിക്കുന്നു. നമ്മളപ്പോ തന്നെ അതിനും പറയും. കാരണം നമ്മൾ എല്ലാത്തിനും നമ്മളിങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കും അല്ലെ? അപ്പോ അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മളുടെ മനസ്സ് എവിടെയും സ്റ്റഡിയല്ല. നമ്മൾ ആ സിറ്റുവേഷനെ മനസ്സിലാക്കി, ഇത് കാലാവസ്ഥയുടെ മാറ്റങ്ങളാണ്, പ്രകൃതിയുടെ മാറ്റങ്ങളാണ്. ആ മാറ്റങ്ങൾ നമ്മളും ഈ പഞ്ചഭൂതങ്ങളായുള്ള നമ്മുടെ ശരീരത്തിൽ ആ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഇതല്ല, ഈ മാറ്റങ്ങൾ അവിടെ ഉണ്ടാവും ശരീരത്തിന്, പക്ഷെ എന്റെ ലക്ഷ്യം ഇതല്ല. ആ മാറ്റങ്ങൾ എന്തു വന്നാലും എന്റെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, ഭഗവാനിലേക്കാണ് എന്റെ ലക്ഷ്യം, ഭഗവാന്റെ സേവനമാണ് എന്റെ ലക്ഷ്യം. നമുക്ക് മോക്ഷമാർഗം ആവശ്യമുണ്ടോ? ഇല്ല. ഒരു ഭക്തനെ സംബന്ധിച്ച് നമ്മളൊരു പരിശുദ്ധ ഭക്തനായി തീരണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു മോക്ഷവും ആഗ്രഹിക്കുന്നില്ല. ശരിക്കുള്ള ഭക്തൻ എന്താണ് ആഗ്രഹിക്കുന്നത്? ശരിക്കുള്ള ഭക്തൻ ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ്. ഭഗവാനെ സേവിച്ചു കഴിയുമ്പോൾ ഭഗവാൻ വേണ്ടതെല്ലാം തന്നുകൊണ്ടിരിക്കും. നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ ഭഗവത്ഗീതയുടെ ശ്ലോകങ്ങളുണ്ട്, പ്രഭാതന്റെ പുറപ്പെട്ടുള്ള ഒരുപാട് കഥകളുണ്ട്. അപ്പോ നമുക്കറിയാം, നമ്മൾ ഭഗവാനെ സേവിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് വേണ്ടത് ഭഗവാൻ തന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾക്ക് ഈ ജീവിതത്തിലും അടുത്ത ജീവിതത്തിൽ എവിടെയായാലും നമുക്ക് ആ ഭഗവാന്റെ അടുത്തേക്ക് അടുത്തു പോകാനുള്ള സാധ്യത നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള സാധനയിൽ നന്നായിട്ട് പുരോഗമിക്കണം. നിന്ദകളിലും സ്തുതികളിലും മാനത്തിലും അപമാനത്തിലും സമചിത്തനും ശത്രുഭേദമില്ലാത്തവനും നിരുദ്യമനുമായ ആ വ്യക്തിയെ ഗുണാതീതൻ എന്ന് പറയാം. പിന്നെ ഒരാൾ നമ്മൾ പറഞ്ഞ പോലെ വിനയം എന്നുള്ളൊരു ക്വാളിറ്റി നമ്മൾ 13-ാമത്തെ അധ്യായത്തില് 8 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങളിൽ ഒരാൾക്ക് വേണ്ട 20 ഗുണങ്ങൾ അല്ലെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ആദ്യത്തെ ഗുണം എന്താണ്? വിനയമാണ്. നമുക്ക് വേണ്ടത് ആ ഹമ്പിൾ, ആ വിനയമാണ്. ആ വിനയം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിങ്ങനെ എല്ലാവരും നോക്കി ഇങ്ങനെ തൊഴുതിട്ട് ഇങ്ങനെ കാണിക്കുന്നതാണ് വിനയം അല്ല. നമ്മളെല്ലാം അതൊക്കെ കാപട്യത്തിലും ശരിക്കുള്ളത് കൊണ്ടാകുന്നത്. പക്ഷെ വിനയം എന്ന് പറഞ്ഞാൽ ഒരാൾ നമ്മളെ അവഹേളിച്ച് സംസാരിച്ചു, നമുക്കൊന്നും തോന്നുന്നില്ല, ആ ഒരു ഭാവം വരണം. ഇപ്പോഴാണ് അവഹേളിച്ച് സംസാരിച്ചാൽ എന്ത് പറ്റും? നമുക്ക് പെട്ടെന്ന് രജോ ഗുണം കയറും അല്ലെ? നമുക്ക് ദേഷ്യം വരും. നീ ഇപ്പൊ ഒരാൾ പറയാണ്, നിങ്ങൾ ഇതുവരെ ഒരു ചാൻഡിങ് നിങ്ങൾ ചെയ്യുന്നില്ല, ഞാൻ ഇന്ന് 16 റൗണ്ട് ചാൻഡ് ചെയ്തിട്ടാ വന്നേ, എന്താണ് അങ്ങനെ പറഞ്ഞത് എന്ന് പറയാ. രജോ ഗുണം കത്തി കയറുകയാണെങ്കിൽ എന്താ കാര്യം? നമ്മൾ ആ ചാൻഡ് ചെയ്തതിന് യാതൊരു ഫലവുമില്ല അല്ലെ? അപ്പോ ഇല്ലേ, വേണ്ട. കാരണം എനിക്ക് അത് അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾ 16 റൗണ്ട് ചാൻഡ് ചെയ്തിട്ടില്ല, വേണ്ട, കുഴപ്പമില്ല. പക്ഷെ എനിക്കറിയാലോ. അപ്പോ ഞാൻ അവിടെ സമചിത്തത പാലിക്കുക.
അപ്പോ വിനയം എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരാൾ നല്ലത് പറഞ്ഞപ്പോ പ്രശംസിച്ചു, നന്നായിട്ട് ഇതൊക്കെ പറയുന്നുണ്ടോ, പ്രഭാഷണമൊക്കെ നന്നായിട്ട് പറയുന്നുണ്ടെന്ന് പറയും, കൊള്ളാം, ഞാൻ എന്തോ ആയി എന്ന് തോന്നലോ, എന്നാ കഴിഞ്ഞു, അവിടെ തന്നെ പോയി, അല്ലെ, അവിടെ തന്നെ വീണു. അപ്പോ അത് വരാനും പാടില്ല. നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ എന്തായിരിക്കണം, നമ്മൾ എന്ത് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ഭഗവാൻ നമ്മളെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നു. നമ്മൾ ഭഗവാന്റെ ദാസനാണ്. ഭഗവാൻ നമ്മളെ കൊണ്ട്, ഇപ്പൊ നമ്മൾ നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ്, കണ്ടോ, എന്റെ നോക്കി ഞാൻ നിലം തൊടാണ്ട് ഓടിച്ചു പോകും, ഹെൽമെറ്റ് ഇല്ലാന്ന് എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, അല്ലെങ്കിൽ കാറൊക്കെ വെട്ടിച്ച് കയറ്റി ഇങ്ങനെ ഓവർടേക്ക്, ഇതൊക്കെ എന്റെ കഴിവ് എങ്ങനെയുണ്ട് നോക്ക്. പക്ഷെ അത് നമ്മുടെ കഴിവാണോ? അല്ല, അല്ലെ, ഭഗവാൻ ഒരു തന്നിരിക്കുന്നതാണ്. അന്ന് എന്തിനോ ഭഗവാൻ അത് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഭഗവാനോട് നന്ദി പറഞ്ഞിട്ട് അഹങ്കാരം കാണിക്കാണ്ട് നല്ല രീതിയിൽ വണ്ടി ഓടിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഭഗവാന്റെയോട് നന്ദി പറഞ്ഞിട്ട് അഹങ്കാരം കാണിക്കാതെ നല്ല രീതിയിൽ നമ്മൾ ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യം ചെയ്യുക. മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം നമ്മൾ ഒന്നുമല്ല. നമ്മൾ എന്താണ്, ഇപ്പൊ നമ്മളൊരു വലിയൊരു ലക്ഷാധിപതി ഒരാളുണ്ട്, അയാളുടെ കെട്ടിടത്തിലെ പറമ്പിലെ ഒരു പണിക്കാരനെ നോക്കുക. ആ പറമ്പിലെ പണിക്കാരന് ഒരുപാട് സാധനങ്ങൾ അവിടെ അവൈലബിൾ ആണ്. ആ പറമ്പിൽ അയാൾ സ്ഥിരം പണിക്കാരനാണ്. പക്ഷെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അദ്ദേഹം അതിന്റെ ഓണറാണോ? അല്ല, അല്ലെ, എല്ലാ കാര്യവും അയാൾക്ക് എടുക്കാം. എന്തിനാ? ബാങ്കിലെ കാഷ്യറെ എടുക്കുക. ബാങ്കിലെ കാഷ്യർ കോടിക്കണക്കിന് രൂപ കൈകൊണ്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, അല്ലെ, കോടിക്കണക്കിന്. പക്ഷെ ഏതെങ്കിലും പണം അദ്ദേഹം എടുക്കുന്നുണ്ടോ? ഇല്ല, കാരണം അദ്ദേഹത്തിന് എടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ. അപ്പോ നമ്മളുടെ കയ്യിലുള്ള എന്തും, നമ്മുടെ ഈ ശരീരവും ഇതെല്ലാം, നമ്മുടെ ഈ ഇതെല്ലാം ആരുടെയാണ്? എല്ലാം ഭഗവാന്റെയാണ്. അപ്പൊ നമ്മൾക്ക് അതിലൊന്നും എടുക്കാൻ യാതൊരു അധികാരവുമില്ല. ഭഗവാൻ നമ്മൾക്ക് തന്നിട്ടുള്ളത് മാത്രം, അത് ഭഗവാൻ അറിഞ്ഞു തന്നിട്ടുണ്ട്, അത് മാത്രം ഉപയോഗിക്കുക. അതാണ് മാത്രം ഉപയോഗിക്കുക. തനിക്ക് അർഹതപ്പെടാത്ത ഒരു ആളുടെ അല്ലെങ്കിൽ മറ്റൊരാളുടെ ധനം നമ്മൾ ആഗ്രഹിക്കരുത് എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. ഇപ്പോ ഈ 5 ശ്ലോകത്തിലെ നാല് ശ്ലോകത്തിലെ പർപ്പറ്റിലുള്ള എല്ലാ പോയിന്റും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം, അതായത് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ ആ ഒരു ശക്തി രൂപഗോസ്വാമി ഞാനത് പറഞ്ഞു. നെക്ടർ ഓഫ് ഡിവോഷനിൽ പറയുന്നൊരു ശ്ലോകമുണ്ട്. നമുക്ക് എപ്പോഴെങ്കിലും ഒരാള് നമ്മളോട് പറയുകയാണ്, ഞാൻ പറഞ്ഞില്ല, ഇപ്പോ പല ആർഗ്യുമെന്റ്സ് വരും, അല്ലെ. നമ്മളിപ്പോ 3 റിയലൈസേഷനെയാണ് നമ്മളിപ്പോഴും പറയാറ്. ഒന്ന് ബ്രഹ്മൻ റിയലൈസേഷൻ, അല്ലെ, പരമാത്മ ആൻഡ് ഭഗവാൻ റിയലൈസേഷൻ. ഏതാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ്? അതില് ഭഗവാനാണ്, അല്ലെ, ഭഗവാൻ ആരാധന. പക്ഷെ അവ്യക്തവാദികൾ എന്ത് പറയും? അവ്യക്തവാദികള് പറയും ബ്രഹ്മൻ റിയലൈസേഷൻ. നിങ്ങൾ ബച്ചയാണ്, നിങ്ങൾ ചെറിയ കുട്ടിയാണ്, കാരണം നിങ്ങൾ ഭഗവാൻ റിയലൈസേഷൻ ആയിട്ടുള്ളൂ. ഇനി പരമാത്മം കഴിഞ്ഞ് ബ്രഹ്മ റിയലൈസേഷൻ ആവുമ്പോഴാണ് തിരിച്ചാ പറയുന്നത്. അപ്പോ നമ്മൾക്ക് നെക്ട്രോ ഡിവോഷൻ, അതായത് നമ്മുടെ ഭക്തി രസാമൃത സിന്ധുവിലെ ഒരു ശ്ലോകമുണ്ട്, അത ശ്രീകൃഷ്ണ നാമാതി ന ഭവേത് ഗ്രാഹ്യമിന്ദ്രിയൈ സേവോന്മുഖേഹി ജിഹ്വാദോ സ്വയമേവ സ്ഫുരത്യത. അതായത് ഭഗവാൻ പറയാണ്, ഭഗവാന്റെ രൂപം, രൂപഗോസ്വാമി പറയാണ്, ഭഗവാന്റെ രൂപം, ഭഗവാന്റെ ഗുണങ്ങൾ, ഭഗവാന്റെ ലീലകൾ, ഇതെല്ലാം അതീന്ദ്രിയമാണ്, അല്ലെ, ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറമാണ്. നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക് ഇതില്ല. അപ്പൊ ഇതെല്ലാം അതീന്ദ്രിയമായതുകൊണ്ട് ഒരു സാധാരണ വ്യക്തിയുടെ ഇന്ദ്രിയങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം എന്താണ്? സാധാരണ വ്യക്തി എന്ന് പറയുന്നത് കണ്ടീഷൻഡ് സോളാണ്, ഉപാധിബദ്ധനായ ജീവാത്മാവാണ്. കാരണം അയാൾ ബദ്ധനാണ്. ഏത് ഗുണങ്ങളാ? സത്വ രജോ തമോ ഗുണങ്ങളിൽ ബദ്ധനാണ്. അപ്പോ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ബദ്ധനാണെങ്കിൽ അർത്ഥം ഭഗവാൻ പിന്നിലാണെന്ന് ആലോചിച്ചാൽ മതി. നമ്മുടെ മുഖം നിൽക്കുന്നത് എങ്ങോട്ടാണ്? സത്വ രജോ തമോ ഗുണങ്ങളിലേക്കാണ്. അപ്പൊ നമ്മൾ പിന്തിരിഞ്ഞു നിൽക്കുകയാണ്. അപ്പോ ആ ശ്ലോകത്തിന്റെ വിവർത്തനം പറയുന്നത്, ഉപാധിബദ്ധനായി പിന്തിരിഞ്ഞു നിൽക്കുന്ന ജീവാത്മാവ് ഭഗവാന് നേരെ തിരിഞ്ഞ്, അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഭഗവാന് നേരെ നമ്മുടെ മുഖം തിരിക്കുമ്പോൾ നമ്മൾ എന്തിൽ നിന്ന് മാറി? സത്വ രജോ തമോ ഗുണങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു, ഭഗവാന് നേരെയാക്കി. തന്റെ നാവ് കൊണ്ട് തിരുനാമം ജപിക്കുമ്പോൾ അയാൾ പരിശുദ്ധനാക്കപ്പെടുന്നു. ആ പരിശുദ്ധി പ്രോസസ്സിന്റെ അല്ലെങ്കിൽ ആ ശുദ്ധീകരണ പ്രക്രിയയുടെ പുരോഗതി അനുസരിച്ച് ഭഗവാൻ മേൽപ്പറഞ്ഞ ഗുണങ്ങള്, രൂപം, ഭാവങ്ങൾ അയാൾക്ക് സ്വയം വെളിവാക്കി കൊടുക്കുന്നു. സ്വയമേവ സ്ഫുരത്യത. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാക്കുക, ആരെങ്കിലും പറയാണ് ബ്രഹ്മനാണ് വലുത്, ഭഗവാന് രൂപമൊന്നുമില്ല, ശബ്ദം ഇതൊക്കെ ഉള്ളൂ, ഈ ഭാവത്തിലാന്ന് പറഞ്ഞാൽ ആർക്കും രജോ ഗുണം കയറി വരണ്ട, ആർക്കും കോപം വരേണ്ട ആവശ്യമില്ല. അത് ശ്രീകൃഷ്ണനാമാതി ഭവേത് ഗ്രാഹ്യമിന്ദ്രിയ. ഓർത്തേക്കുക, സ്വയമേവ സ്ഫുരത്യത. അതായത് ഭഗവാൻ പറയുന്നു, എങ്ങനെ നിങ്ങളിൽ ഒരു ശുദ്ധീകരണം നടക്കുന്നു, ആ ശുദ്ധീകരണ പ്രക്രിയയുടെ പ്രോഗ്രസ് അനുസരിച്ച് ഭഗവാൻ സ്വയം നിങ്ങൾക്ക് വെളിവാക്കി തരും. അപ്പൊ നമ്മൾക്ക് കുറച്ചെങ്കിലും ഭഗവാൻ ഒരു രൂപമുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് മനസ്സിൽ വന്ന അർത്ഥം എന്താണ്? നമ്മളുടെ പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്, ഭഗവാൻ നമുക്കത് വെളിവാക്കി തരികയാണ്. പ്രോസസ്സ് ആ വ്യക്തിക്ക് മറ്റേ വ്യക്തിക്ക് അത് വെളിവാക്കി കൊടുത്തിട്ടില്ല. നമ്മൾ അങ്ങനെ മനസ്സിലാക്കുക. നമ്മൾ എല്ലാം ഈ നമ്മുടെ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കി എടുക്കുക. അപ്പൊ നമ്മൾക്കുള്ള ഒരു ഉപദേശമാണ് രൂപഗോസ്വാമി തരുന്നത്. അപ്പൊ ഭഗവാന്റെ ആ ഒരു ശുദ്ധീകരണ പ്രോസസ്സിൽ നമ്മൾ പെട്ടിട്ടുണ്ടെങ്കിൽ
നമുക്ക് ഭഗവാന്റെ രൂപത്തോട് നമുക്ക് ആ ഒരു ആസക്തി വരും. ആ രൂപമുണ്ടെന്നുള്ള ഉറപ്പും നമുക്ക് ആ രൂപത്തിൽ തന്നെ ധ്യാനിക്കാനുള്ള ആസക്തി നമുക്ക് ഉണ്ടാവും. അത് ഉണ്ടാവുന്നത് നമ്മുടെ ഭാഗ്യമാണെന്ന് കരുതുക. അതാണ് നമ്മൾ അവിടെ ഓർക്കുന്നത്. അപ്പൊ അതിനൊക്കെ നമുക്ക് എന്ത് സാധിക്കും? അതാണ് പറഞ്ഞത്, ഭഗവാനെ നേരെ നോക്കി എന്താണ് തിരുനാമം ജപിക്കുമ്പോൾ എന്നാണ് അത് പറയുന്നത്. അതായത് അതാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ ആ ഒരു ശക്തി. അപ്പൊ നമ്മൾ ഭഗവാനെ നോക്കി തിരുനാമം ജപിക്കുമ്പോൾ നമ്മുടെ പിന്നിലാണ് സത്വരജോ തമോ ഗുണങ്ങൾ. അവയെ നമ്മൾ ഉപേക്ഷിക്കാൻ നമുക്കുള്ള ആ ഒരു സാധനാ ഭക്തിയിൽ നമ്മൾ മുന്നേറി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 22 മുതൽ 25 വരെ പറഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ നമുക്ക് സമചിത്തതയോടെ ഭക്തിയുത സേവനത്തിൽ പുരോഗമിക്കാനും നമുക്ക് ഭഗവാനിലേക്ക് എത്താനും നമുക്ക് സാധിക്കും. ഭഗവാന്റെ ദാസാനുദാസനായി നമുക്ക് തുടരാൻ നമുക്ക് സാധിക്കുന്നതാണ് നമുക്ക് ഈ ശ്ലോകങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടത്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഹരീഷ്. ഹരേ കൃഷ്ണ. മതി. Hare Krishna. Prabhu, one question that I have is, it's like the final thing that you said now, and the Brahman realization and Bhagwan realization. Apo, it is like the Brahmavadis, when they say that Bhagavan Rupa illannu parayumbo, that is not right. At the same time, we as personalists, when we say that Bhagwan doesn't have a impersonal form, no parayumbo makes it right, because Krishna is complete. He has both form under the formless. It's like and Mahaprabhuda achintya beda abeda rendu undu. So us saying he doesn't have a form is correct. It is correct, and he has a form. He has both. Yeah. So only when we get biased, like idu maatrana shari adu shariyalla, angane varumboyana we are actually in illusion. Correct. So like, because I have heard like the Brahman, Paramatma, Bhagavan, moonam is, it is a combined thing. It is there in Krishna. So it is like without understanding Krishna, understanding only Brahman is not right. Understanding only Krishna, not accepting Brahman is also not right. But as you say, as Krishna says in Bhagavad Gita, he tells Arjuna that but this impersonal process is very difficult. So it is very difficult for us to digest, because I was hearing one class of one who was from Shankara Sampradaya. So they say the philosophy, but the thing is, they say this, that, idanna, I mean, they don't specifically point like idalla adu, adalla idu. Like I used to wonder, what is this and what is this that? Appa, like to pinpoint something, it is very difficult for us to understand our impersonal thing. So I mean, I felt that, but then at the same time, and also in impersonalism, it is there is a very slight and it is a very subtle ഒരു difference ആണ് impersonalism mayavadum. It's very easy to become a mayavadi from being an impersonal. So yes, this is what I understood. യു ആർ റൈറ്റ് മാതാജി. അതായത് മാതാജി പറഞ്ഞത് ഇപ്പോ ബ്രഹ്മൻ എല്ലാം ഭഗവാൻ, നമ്മൾ ഭഗവത്ഗീത നമ്മൾ പറയുന്നത് അത് ബ്രഹ്മൻ റിയലൈസേഷൻ ആണ്. ഭഗവാൻ എല്ലാം ഭഗവാനാണ്. അപ്പോ ബ്രഹ്മൻ എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ പോയി നിൽക്കുമ്പോൾ അവരൊരിക്കലും രൂപത്തെ അംഗീകരിക്കുന്നില്ല. അത് തെറ്റാണ്. അതാണ് മാതാജി പറയുന്നത്. കറക്റ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഭഗവാൻ ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രഹ്മനെ അംഗീകരിക്കും. ബ്രഹ്മൻ, പരമാത്മ എല്ലാം ഭഗവാൻ. നമ്മൾ അതിന്റെ ഹൈറാർക്കി വരെ നമ്മൾക്ക് അറിയാം അല്ലെ. പരമാത്മാവ് എങ്ങനെയാ വരുന്ന ക്ഷീരോദായിട്ട് പരമാത്മാ രൂപേണ നമ്മൾ. അപ്പോ എല്ലാത്തിലും നമ്മൾ മനസ്സിലാക്കുന്നത് സർവ്വചരാചരങ്ങളും ഭഗവാന്റെയാണ്. അപ്പോ പക്ഷെ ആ അണ്ടർസ്റ്റാൻഡ് നമ്മൾ പറയില്ല, നാളെ പറഞ്ഞ പോലെ, അതായത് ഒരു 3 ആൾക്കാര് പ്രഭാതയുടെ ഉദാഹരണത്തിൽ തന്നെ വരുന്നുണ്ട്. 3 പേര്, സൂര്യന്റെ കാര്യം പറയാറുണ്ട് പ്രഭാതയുടെ ഉദാഹരണത്തിൽ. അതുപോലെ തന്നെ ഒരു രാത്രി ഇരുട്ടത്ത് 3 പേര് തീവണ്ടി കണ്ടിട്ടില്ലാത്ത ആൾക്കാർ, ട്രെയിൻ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ. അപ്പൊ അവര് നോക്കുമ്പോൾ ഒരു ട്രെയിൻ വരികയാണ്. അപ്പൊ ആ ട്രെയിൻ വരുമ്പോൾ 3 പേരും പോയി നിൽക്കുമ്പോൾ ദൂരെ ഒരു വെളിച്ചം കണ്ടു. അപ്പൊ അയാൾ പറഞ്ഞു, ആ ട്രെയിൻ എന്താന്ന് എനിക്ക് മനസ്സിലായി, ട്രെയിൻ എന്ന് പറഞ്ഞ ഒരു വെളിച്ചമാണ്. അയാൾ ഓടിപ്പോയി. അയാൾ അത് മനസ്സിലാക്കി ഓടിപ്പോയി. ബ്രഹ്മൻ പോലെ. അതായത് അടുത്ത ആള് 2 പേര് അവിടെ നിൽക്കണം. അവർ കുറച്ച് കഴിയുമ്പോൾ സൗണ്ട് കേട്ടു. അപ്പൊ അടുത്ത ആള് പറഞ്ഞു, ആ ട്രെയിൻ എന്ന് പറഞ്ഞാൽ വെളിച്ചവും ശബ്ദവുമാണെന്ന് പറഞ്ഞാൽ അയാൾ ഓടിപ്പോയി. 3ാമത്തെ ആൾ അവിടെ നിന്നു, പൂർണ്ണമായി കണ്ടു, ട്രെയിൻ വന്ന് നിന്നു, ട്രെയിനെ കുറിച്ച് മനസ്സിലാക്കി. അപ്പൊ അയാൾ പറഞ്ഞു, അപ്പൊ ട്രെയിൻ എന്താ? അപ്പൊ 3ാമത്തെ ആളാണ് ട്രെയിൻ എന്താന്ന് പൂർണ്ണമായി മനസ്സിലാക്കിയത്. 2ാമത്തെ ആൾക്ക് ട്രെയിൻ എന്ന് പറഞ്ഞ ശബ്ദവും ഒരു വെളിച്ചവുമാണ്. 1ാമത്തെ ആൾക്ക് വെളിച്ചം മാത്രം. അത് ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്.
പക്ഷെ ഒരു ഭഗവാൻ റിയലൈസേഷനിലേക്ക് വരുന്ന ഒരു ഭക്തന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ആ ഭക്തനെ അറിയാം ബ്രഹ്മനും ഭഗവാനാണ്, പരമാത്മാവും ഭഗവാനാണ്, ഇതും ഭഗവാനാണ്. മറ്റേ അവിടെ നിൽക്കും. അതാണ് ആ ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് കറക്റ്റാണ്. പിന്നെ വേറൊരു കാര്യം മാതാജി പറഞ്ഞ പോലെ അവ്യക്തിഗതമായി കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ നമ്മളുടെ വീട്ടിൽ തന്നെ ഇപ്പൊ മരിച്ചുപോയ ആൾക്കാരുടെ പടം വെക്കുന്നുണ്ട്. നമ്മളവിടെ ഒരു വെളിച്ചം വെക്കാൻ പറ്റുമോ നമുക്ക്? ഇതെന്റെ അച്ഛൻ, ഈ വെളിച്ചം അമ്മയുടെ വെളിച്ചം, അങ്ങനെ വെക്കുമോ? ഇല്ലല്ലോ. നമ്മൾ രൂപമാ വെക്കുന്നത് അല്ലേ? രൂപം എന്തിനാണ്? നമുക്കൊരു ഭക്തി, നമുക്കൊരു ഭാവം പ്രകടിപ്പിക്കണമേ നമുക്ക് രൂപം ആവശ്യമാണ്. ഒരു അവ്യക്തമായിട്ടില്ല. അതായത് ഭക്തി എന്ന് പറഞ്ഞാൽ അതാ പറഞ്ഞ ഭക്തിയുടെ സേവനമാണ് ആക്ച്വലി. ഒരിക്കലും പ്രഭാത ഒരു ഭക്തി എന്നല്ല പറയുന്നത്, ശ്രദ്ധിച്ചിട്ടില്ല. ഡിവോഷണൽ സർവീസിനെ പറയുള്ളൂ, നേരത്തെ പറഞ്ഞു. അതായത് നമ്മളിലുള്ള ഭാവത്തെ സേവനത്തിലൂടെ, അതിനാണെങ്കിൽ നമുക്കൊരാൾ വേണം, നമുക്ക് രൂപം വേണം. അപ്പൊ ഭഗവാന്റെ ആ രൂപം ഉണ്ടെങ്കിൽ, പക്ഷെ അതിലൂടെ നമ്മൾ ആ രൂപത്തിനെ പ്രേമഭക്തിയിലൂടെ നമ്മൾ അതിലേക്ക് പോകുമ്പോൾ നമുക്ക് നാച്ചുറൽ ആയിട്ട് ബ്രഹ്മനും പരമാത്മാവും എല്ലാം ഭഗവാനാന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാവും. പക്ഷെ നമ്മൾ ഇവിടെ പിടിച്ചേക്കുമ്പോൾ മാതാജി ഇപ്പൊ പറഞ്ഞ പോലെ ശരിയാണ്. കാരണം ബ്രഹ്മവാദികൾ ഭയങ്കരമായിട്ട് വാദിക്കും. ഒരു രീതിയിൽ അവർ സമ്മതിക്കില്ല, രൂപം ഇല്ല എന്ന് തന്നെ പറയും. പക്ഷെ നമ്മളത് പറയാറില്ല, ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മൾ ഒരു ഭഗവാന്റെ രൂപത്തെ ധ്യാനിക്കുന്ന നമ്മൾ ഒരിക്കലും പറയാറില്ല ബ്രഹ്മൻ ഭഗവാൻ അല്ല എന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ലല്ലോ. ആ റിയലൈസേഷൻ ലോവറാന്നാണ് നമ്മൾ പറയുന്നത്. അത് അടിസ്ഥാനം ലോവർ റിയലൈസേഷൻ. അടുത്ത ഇന്റർമീഡിയറ്റ് ആണ് പരമാത്മ റിയലൈസേഷനും പിന്നെ ഭഗവാൻ റിയലൈസേഷൻ വരെ നമ്മൾ എത്തുന്നതാണ് നമ്മുടെ ആ ഒരു ടോപ്പ് മോസ്റ്റ് പറയുന്നത്. ഹരേ കൃഷ്ണ. കാരണം ഗുണസംഘോഷം, ഗുണങ്ങളുമായിട്ടുള്ള സംഘം, അതാണ് മെയിൻ റീസൺ എന്ന് പറയാറുള്ളത്. അപ്പൊ എനിക്ക് ആക്ച്വലി ചോദ്യം എന്താന്ന് വെച്ചാല് സോളിന് ഷേപ്പ് ഉണ്ടോ പ്രഭു? സോളിന് എന്തെങ്കിലും ഷേപ്പ് ഉണ്ടോ? ജീവാത്മാവിന് നമ്മുടെ ഭഗവത്ഗീതയിൽ പറയുന്നത് എന്താണ്? ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജീവാത്മാവിന്റെ നമ്മുടെ വീട്ടിൽ ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ പറയുന്നത് എന്താണ്? തലമുടിയുടെ അഗ്രത്തിന്റെ മുടിനാരുടെ 1/10,000. അതായത് നമുക്കത് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല അല്ലെ? 1/10,000 അത്രയും തലമുടിയുടെ അഗ്രം എടുത്തിട്ട് ആ ഒരു സാധനത്തിന് നമുക്കൊരു ഇത് പറയാനില്ല അല്ലെ? അപ്പോ അതാണ് ജീവാത്മാവിന്റെ ആ സൈസ് എന്ന് പറയുന്നത്. അപ്പൊ ആ സൈസിലുള്ള ജീവാത്മാവിന് നമ്മൾക്കൊരു രൂപം വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അതിനൊരു ആത്മീയ രൂപമുണ്ട്. പക്ഷെ ഭൗതിക രൂപം എന്ന് പറയുന്നത് ഒരു ഭൗതിക ഇതിലേ വരുമ്പോഴേ ഉള്ളൂ. പക്ഷെ നമ്മള് എന്താ പറയുന്ന സ്പിരിച്വൽ വേൾഡില് പറയുന്നത് എന്താ പറയുന്നത് വെച്ചാൽ നവയൗവനഞ്ച ഭഗവാന്റെ ഉള്ള രൂപം എന്നാണ് പറയുന്നത്. അതിന് അങ്ങനെയാണ് കേട്ടിരിക്കുന്നത്. അല്ലാതെ നമ്മൾ ഇവിടെയുള്ള ഇതിൽ ഓരോ ജീവാത്മാവിന്റെ ഇത് ക്വാളിറ്റി വൈസ് സെയിം, ക്വാണ്ടിറ്റി വൈസ് ഡിഫറെന്റ് എന്നല്ലേ ഭഗവാനുമായിട്ട് പാർസൽ ഓഫ്. അതെ അതെ അതെ. അപ്പൊ അതേ സെയിം അപ്പൊ ഭഗവാൻ ഒരു ഷേപ്പ് ഉള്ളതുപോലെ ജീവാത്മാവിനും ഷേപ്പ് ഉണ്ടാവുമോ എന്നാണ് ഞാൻ ഉണ്ടാവണം. പക്ഷെ നമ്മളെങ്ങനെയാ പ്രഭു, ഇത് ഒരു എനർജി പോലെയാണല്ലോ, ഭഗവാന്റെ ഒരു തടസ്സ ശക്തിയാണല്ലോ നമ്മൾ. അപ്പോൾ ഇത്രയും ഒരു വലിയ ഒരു നീലത്തിമ്മിങ്കലം എടുത്തു കഴിഞ്ഞാലും അല്ലെ, ബ്ലൂ വെയിൽ എടുത്താലും ഒരു ആന എടുത്താലും ഉറുമ്പെടുത്താലും നമ്മളായാലും ഒക്കെ ഉള്ള ജീവാത്മാവ് ഒരേ സൈസിൽ ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ രൂപം എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. ഭഗവാന്റെ ആ രൂപം എന്ന് പറയുന്നത് ഭഗവാന്റെ അംശമാണ് ജീവാത്മാവ്. അപ്പൊ ആ അംശമാണ് നമ്മൾക്ക് ഈ പറഞ്ഞ ഈ ഏത് ശരീരത്തിൽ ഉണ്ടായാലും അതിനെ ചലിപ്പിക്കാനുള്ള ശക്തി വരുന്നത് അതിൽ നിന്നാണ്. അപ്പോ ഈ ജീവാത്മാവിന്റെ രൂപവും നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന രൂപമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം ഇത് നമ്മളുടെ ഗുണമായിട്ടുള്ള മിക്സ് കൊണ്ട് കിട്ടിയിരിക്കുന്നത് തന്നെയാണ്. അതേ എനിക്കറിയുള്ളൂ. In a material world, like നമ്മുടെ രൂപം ജീവാത്മ remains as that Prabhu പറഞ്ഞ പോലെ speck, and the form that we get is based on our karma. In the spiritual world, it is like the soul can take different forms based on what service you want to do for Krishna. So it is like avaru parayunnathu like the same Yashoda Maya and Nanda Maharaj in Goloka comes as for Leela comes to Dwaraka as Vasudeva and Devaki. The same soul expands in different forms to serve Krishna. The only difference is Bauddhika world our expansion is for our sense gratification. And the forms that we take is for our sense gratification. In the spiritual world, the soul expands in different forms for the service of Krishna. So the soul has the same quality of Krishna. Krishna wants to expand in different forms for his enjoyment.
the soul wants to expand in different forms for the service. Hare So Krishna. it is like our soul, that energy is there. Alright. The same quality of Krishna is there. നമ്മുടെ പതിനഞ്ചാം അധ്യായത്തില് നമ്മൾ ഒന്നാം ശ്ലോകം തന്നെ പറയുന്നതാണല്ലോ, നമ്മൾ ഒരു അശ്വത്ഥ വൃക്ഷം, തലകീഴായ അശ്വത്ഥ വൃക്ഷം എന്നാണല്ലോ പറയുന്നത്. അതായത് റിഫ്ലക്ഷൻ, ഒരു ആൽ വൃക്ഷം ഒരു നദിയുടെ അല്ലെങ്കിൽ പുഴയുടെ തീരത്തേക്ക് അതിന്റെ റിഫ്ലക്ഷൻ പോലെ എന്നാണല്ലോ നമ്മൾ ഭൗതികം, അതായത് നേരെ തിരിച്ച്. അപ്പൊ ഇതെല്ലാം അവിടെ ഉണ്ട് എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലാണല്ലോ നമുക്ക് തന്നെ ഭഗവത്ഗീത നമ്മളെ പരിചയം. വേറെ എന്തെങ്കിലും? വാഞ്ചാകൽപതരൂപസ്യ കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്ത കോടി വൈഷ്ണവ ഭക്ത വൃന്ദ की जय, श्रील प्रभुपाद की जय, गुरुदेव की जय, पितागुरु प्रेमानंदे, हरि हरि बोल.